പ്രിയമുള്ളവരെ, ചട്ടമ്പി സ്വാമി സെന്റർ ഫോർ യോഗ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയുടെ 5-ാം ദിവസമാണെന്ന്. സ്വാമികളുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹത്തിന്റെ ദർശനത്തിലൂടെ, ജ്ഞാന നവോത്ഥാനത്തിലൂടെ, ഭാഷാ ദർശനത്തിലൂടെ, യോഗയിലൂടെ ഒക്കെ സഞ്ചരിച്ച് ഇന്ന് നാം ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച പുത്തൻ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടിയിൽ തുടക്കം മുതൽ ഇതുവരെ ഈ വിഷയങ്ങളെ ക്രമീകരിച്ചതും അത് അവതരിപ്പിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യരായ പ്രഭാഷകരെ പങ്കെടുപ്പിക്കാനായത് നോക്കിയ പരിപാടിയുടെ ഒരു വലിയ വിജയമാണ്. വാസ്തവത്തിൽ ഇത് അക്കാദമിക് സമൂഹത്തിന്റെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ഈ നവോത്ഥാന കാലത്തിലാണല്ലോ മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളടക്കം നേടിയെടുക്കുന്നത്. അത് ചട്ടമ്പി സ്വാമികളുടെയും നാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും വാഗ്ഭടാനന്ദന്റെയും അങ്ങനെ നിരവധിയായിട്ടുള്ള നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ പ്രക്രിയയായിരുന്നു, ഒരു സമര പ്രക്രിയ കൂടിയായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് കേരളത്തില് ഒരു ജാതി സമൂഹത്തിൽ നിന്നും ഒരു പൊതുസമൂഹം തന്നെ രൂപപ്പെട്ടു വരുന്നത്. ഒരു മനുഷ്യൻ എന്ന പദവിയിലേക്ക് തന്നെ ആളുകൾ എത്തിച്ചേരുന്നത്, വലിയൊരു വിഭാഗം ആളുകൾ എത്തിച്ചേരുന്നത് ആ കാലഘട്ടത്തോടു കൂടിയാണ്, ഇവരുടെ പ്രവർത്തനങ്ങളോട്. പക്ഷെ പിന്നീട് അവര് മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ഒരു തുടർച്ച സൃഷ്ടിക്കുവാൻ നമ്മുടെ സമൂഹത്തിനായില്ല എന്ന് കാണാം. മാത്രമല്ല, ഈ മൂല്യങ്ങളിൽ നിന്ന്, ഈ ആശയങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പിന്നിലേക്ക് പോകുന്ന ഒരു പ്രവണതയും കാണാം. ഇപ്പം ഉദാഹരണത്തിന് ജാതിയില്ലാ വിളംബരം നടത്തിയ നാരായണ ഗുരുവിനെ വാസ്തവത്തിൽ ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ മോക്ഷം നൽകാൻ നമ്മുടെ സമൂഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ വിഷയം ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരു ഒക്കെ തന്നെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഇത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ചട്ടമ്പി സ്വാമി ചെയറിന്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള നിഷാദ മാഷാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ പരിപാടിയുടെ വിജയകരമായ സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പ്രത്യേകിച്ചും പകല് ഓഫ്ലൈനായിട്ട് വാസ്തുവിൻപറ്റി എൻഡോമെന്റ് പ്രോഗ്രാം, വൈകുന്നേരം ഓൺലൈനായിട്ട് ചട്ടമ്പി സ്വാമി ചെയറിന്റെ പ്രോഗ്രാം, ഇങ്ങനെ ഏറ്റവും ഉത്സാഹത്തോടെയും അതുപോലെ തന്നെ സംഘാടന മികവോടെയും ഒക്കെ ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നിഷാദ് മാഷിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചട്ടമ്പി സ്വാമികൾ പുതിയ കാഴ്ചപ്പാടുകൾ എന്ന വിഷയം അവതരിപ്പിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ സുരേഷ് മാധവ് സാറാണ്. നമ്മുടെ സർവകലാശാലയുടെ പന്മന സെന്ററിൽ പഠിപ്പിച്ച ആൾ കൂടിയാണ് അദ്ദേഹം. ദീർഘകാലം സർവകലാശാലയുമായിട്ടുള്ള ഒരു ബന്ധമുള്ള ആൾ കൂടിയാണ് അദ്ദേഹം. ഞാൻ അവിടെ MA പഠിക്കുന്ന സമയത്ത് എന്നെയും മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറുകഥ ആയിരുന്നു വിഷയം. അപ്പം ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് സാറ് എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള അന്വേഷണങ്ങളുടെയും ഗവേഷണത്തിന്റെയും ഒക്കെ ഒരു പര്യായമാണ്. നമുക്കറിയാം, ചട്ടമ്പി സ്വാമികൾ ഈ എഴുതി വെക്കുന്നതല്ലാതെ അത് സൂക്ഷിക്കുന്നതിലോ ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിക്കുന്നതിലോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള താല്പര്യവും സൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നില്ല. അപ്പൊ ഈ പന്മനയിലും തേവലക്കരയിലും കരുനാഗപ്പള്ളിയിലും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ധാരാളം കുറിപ്പുകൾ ചട്ടമ്പി സ്വാമികളുടേതായിട്ട് പലയിടങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടെടുക്കുകയും അത് വെളിച്ചത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സുരേഷ് സാർ. അപ്പൊ അങ്ങനെ അപ്രകാശിതങ്ങളായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ ഈ അപൂർവ ചികിത്സാ വിധികളൊക്കെ സാറ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ ഈ നല്ലൊരു ഭാഗം, സ്വന്തം സമയം ഇത്തരം അന്വേഷണങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ആൾ കൂടിയാണ് സുരേഷ് സാറ്. അതുപോലെ ഈ ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച അന്വേഷണങ്ങളുടെ പേരിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ ഭാഷാഭൂഷണി അടക്കമുള്ള ആനുകാലികങ്ങളിൽ മലയാള സാഹിത്യത്തെ കുറിച്ചും ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ഒക്കെ നിരന്തരം എഴുതുന്ന ആൾ കൂടിയാണ്. പന്തളം NSS കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സുരേഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ശ്രവിക്കുന്നതിനായി ഇന്ന് ഓൺലൈനിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ അധ്യാപകരെയും
വിദ്യാർത്ഥികളെയും ഗവേഷക സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമ്മുടെ ചെയറിന്റെ അവസാന ദിവസമാണ് ഇന്ന്. 5 ദിവസത്തെ പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണ്. കഴിഞ്ഞ 4 സെഷനുകളിലും നമ്മൾ ആവർത്തിച്ച് കേട്ട ഒരു പേരാണ് സുരേഷ് മാധവ് എന്നുള്ളത്. അതിന് കാരണം ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും പുതിയ പഠനങ്ങൾ ആധികാരികമായി നടത്തിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് സുരേഷ് മാധവിനെ പരാമർശിക്കാതെ ചട്ടമ്പിസ്വാമികളുടെ ഒരു പഠനം മുന്നോട്ട് പോവില്ല എന്ന അവസ്ഥയിൽ, കാരണം ഏറ്റവും പുതിയ കണ്ടെത്തലുകളും ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിലേക്കും ദർശനത്തിലേക്കും വെളിച്ചം വീശുന്ന ആശയങ്ങളും ഇന്നത്തെ സമൂഹത്തിന് നൽകിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു സാർത്ഥകമായ ഗവേഷണം നടത്തിയ വ്യക്തി എന്നുള്ള നിലക്ക് ആണ് സുരേഷ് മാഷെ നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ ഒരു ആലോചന, നമ്മളൊരു ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണ പരമ്പര നടത്തണം എന്ന ആലോചന വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് സുരേഷ് മാഷെ തന്നെയാണ്. ഈ വിഷയങ്ങളിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സുരേഷ് സാറിന്റെ സഹായം തേടി. സുരേഷ് സാറിന്റെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ മൊത്തം പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയത്. സുരേഷ് മാഷെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. എനിക്ക് ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ പന്മന ക്യാമ്പസിൽ കുറച്ചു കാലം ഗസ്റ്റ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സുരേഷ് മാഷ ഇവിടെ MA സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു സ്വാതന്ത്ര്യം കൂടി എടുത്തുകൊണ്ടാണ് ഞാൻ സുരേഷ് മാഷെ വിളിച്ച് ചോദിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി അതിന് ഞാൻ ആവശ്യപ്പെട്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. കഴിഞ്ഞ 4 സെഷനും വളരെ ഫലവത്തായി നടന്നു. നല്ല രീതിയിലുള്ള ചർച്ചയുണ്ടായി, പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. സൗഭാഗ്യവശാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്കിത് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം അനുവദിച്ചു. നമുക്കിന്ന് കഴിഞ്ഞ 4 പ്രഭാഷണങ്ങളും എല്ലാ കാലത്തേക്കും പ്രിസർവ്ഡ് ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. 5ാമത്തെ ഈ പ്രഭാഷണവും നമുക്ക് ആ രീതിയിൽ ആവർത്തിച്ച് കേൾക്കാൻ, അല്ലെങ്കിൽ ഇനി വരുന്ന ഈ മീറ്റിൽ പങ്കെടുക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളല്ലോ, അതല്ലാത്ത ആളുകൾക്കും ഈ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഭംഗിയായി 5ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ കൗതുകത്തോടെ ജിജ്ഞാസയോടെ കാത്തിരിക്കുന്നത് ചട്ടമ്പിസ്വാമികളിൽ നടക്കുന്ന പുതിയ ഗവേഷണങ്ങളെ, പുതിയ കാഴ്ചകളെ പരിചയപ്പെടാനാണ്. സുരേഷ് മാഷെ വളരെ സ്നേഹത്തോടെ പ്രബന്ധാവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള നിഷാദ് സാറിന്റെ അധ്യാപകനും പിന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ സൗമിത്ത് എൻ്റെ ശിഷ്യനുമാണ്. അത് വളരെ കൗതുകകരമായ ഒരു അനുഭവമായിട്ട്, വളരെ സന്തോഷമുള്ള ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് ഉള്ള ആധികാരികമായ നിങ്ങൾ കൊണ്ടുപിടിച്ച ഒരു ഗവേഷണം ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ഇതിനൊക്കെ ഒരു നിമിത്തമായി വന്നു. 2009 മുതൽ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ കാണാനും ആ സ്ഥലങ്ങളിൽ നിന്ന് ചില അപൂർവ രേഖകൾ ഒക്കെ കണ്ടെത്താനും കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ ഒരു ഗവേഷണ ബ്രിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു 50 വർഷം മുമ്പ് ഇതിലൊരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനിയും കിട്ടാനുള്ള 8ഓളം കൃതികൾ നമുക്ക് കിട്ടിയേനും. പക്ഷെ അത് സംഭവിച്ചില്ല. ഇനി കിട്ടുമെന്ന് തോന്നുന്നുമില്ല എന്നാണ് അനുഭവം. കാരണം ഈ നവോത്ഥാന കേരളം എന്നൊരു സങ്കല്പം തന്നെ നമ്മൾ രൂപപ്പെടുത്തുന്നത് 80കൾക്ക് ശേഷമാണ്. അപ്പൊ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 60 വർഷം കഴിയുമ്പോഴേ ഈ കിഴവൻ പറഞ്ഞത് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങും എന്നുള്ളത്. അപ്പോൾ അത് സത്യമായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒറ്റയാനായി നടന്ന മാധ്യമ വ്യക്തിത്വമല്ലാതിരുന്ന ഒരു മഹാത്മാവിനെ പിന്തുടരാൻ ഒരു വലിയ പ്രസ്ഥാനമോ ഒരാൾക്കൂട്ടമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്ഥാനമോ അങ്ങനെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട എന്തെങ്കിലും സംരംഭങ്ങളോ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല.
അദ്ദേഹം ഒരു അവധൂത സ്വഭാവത്തിൽ നടന്ന ഒരു ഈ മനുഷ്യരൂപത്തിലുള്ള സർവ്വജ്ഞാനകോശം എന്ന പൗരൻ മാസികയിൽ അന്ന് സൂചിപ്പിച്ചതുപോലെ 100 വർഷം മുമ്പ് ഉള്ള ഒരു പരാമർശമാണ്. അങ്ങനെ ഒരു വിജ്ഞാനനിധിയായി നടന്ന, ബ്രഹ്മജ്ഞാനനിധിയായി നടന്ന ഒരു മഹാത്മാവ് ഇപ്പോഴാണ് ഈ ആധുനികതയ്ക്കും ഉത്തരാധുനികയ്ക്കും ഒക്കെ പാകമാണ് അദ്ദേഹത്തിന്റെ ആശയലോകം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ സമര കേരളമെന്നോ അല്ലെങ്കിൽ പ്രക്ഷുബ്ധ കേരളമെന്നോ ഒക്കെ പറയാവുന്ന ഒരു പാതയിലായിരുന്നു. 1950 ശേഷം നമ്മളൊന്ന് ഇരുന്നതിന് ശേഷമാണ് ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ഭടാനന്ദ ഗുരുദേവൻ, സദാനന്ദ സ്വാമികളെ ഇപ്പോഴാണ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അങ്ങനെ ഉള്ള നമുക്കൊരു സ്വസ്ഥത വന്നതിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരിലേക്കും അവരുടെ ബൗദ്ധികമായ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ നമ്മൾ നീങ്ങി. അപ്പം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചട്ടമ്പി സ്വാമികൾ ഒരു മാധ്യമ വ്യക്തിത്വമേ ആയിരുന്നില്ല. അത് സഞ്ചരിക്കുന്ന സർവകലാശാല എന്നൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രസിദ്ധി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളിൽ സഞ്ചരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. സ്വാമികൾ തന്നെ തീർത്ഥപാദ സ്വാമികളോട് പറയുന്നുണ്ട്, ഈ ജ്ഞാനബോധമുള്ള ആളുകൾ അജ്ഞാതരായിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഒരു സാധാരണക്കാരായ ഒന്നും അറിയാത്ത ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ പോലും സാധാരണക്കാരായ മറ്റുള്ള ആളുകൾ വന്നിട്ട് അവരെ പൂജിക്കുകയും ദണ്ഡ നമസ്കാരം ചെയ്ത് വലിയ മഹാത്മാക്കളാക്കി മാറ്റും. അപ്പോൾ സാധാരണക്കാരെ പോലെ ജീവിക്കുകയും സഹജ സമാധിയിൽ രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തീർത്ഥപാദ സ്വാമികൾക്ക് ചട്ടമ്പി സ്വാമികൾ നൽകിയ ഉപദേശം. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ജീവിതം പരിശോധിച്ചാലും അത് ശരിയായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇങ്ങനെ മാധ്യമ വ്യക്തിത്വം അല്ലാതിരുന്ന ഒരാൾക്ക് അക്കാലഘട്ടത്തിലെ എല്ലാ പ്രമുഖന്മാരും നൽകിയ ഏറ്റവും കൂടുതൽ അക്കാലഘട്ടത്തിൽ വിശേഷങ്ങൾ നൽകപ്പെട്ട ഒരു വ്യക്തിത്വം ചട്ടമ്പി സ്വാമികളാണ്. വളരെ അപൂർവങ്ങളായ വിശേഷങ്ങളായി. അപ്പം കേരള വിജ്ഞാന സൂര്യൻ, അഖില കലാധാമം, ആദർശ പരമഹംസൻ, അത്ഭുത ദിവ്യയോഗി. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ പരിപൂർണ കലാനിധി, ബ്രഹ്മജ്ഞാനനിധി, ആചാര്യമൗലി. ഉള്ളൂര് പറഞ്ഞിട്ടുണ്ട് പ്രത്യഗ്ര ശങ്കരൻ, വ്യാസശങ്കരൻ. അപ്പോൾ ഇങ്ങനെ അപൂർവങ്ങളായ ഈ നിരവധി വിശേഷങ്ങൾ ചട്ടമ്പി സ്വാമിക്ക് ഉണ്ടായി അക്കാലത്ത് ഏറ്റവും പ്രമുഖന്മാരിൽ നിന്ന്. എന്നിട്ടും അതിൻ്റെ യാതൊരു ഭാരവുമില്ലാതെ ഒരു മുണ്ടും ഒരു അയിമ്പൊന്ന് മോതിരവും ഒരു പഴയ കുടയുമായി നടന്ന ഒരു സാധാരണക്കാരായിരുന്നു ചട്ടമ്പി സ്വാമി. അത് നടരാജഗുരു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട്, ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തായിട്ടുള്ള രാജവീതികളിൽ മാത്രം നടന്ന് പരിശീലിച്ച ചട്ടമ്പി സ്വാമികൾ നടത്തിയ ഈ അന്വേഷണം കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് എന്ന് നടരാജഗുരു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ചരിത്രത്തെയോ സംസ്കാരത്തെയോ ഒക്കെ യുക്തി വിചാരണയുടെ കാഴ്ചപ്പാടിൽ അന്ന് ചട്ടമ്പി സ്വാമികളല്ലാതെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ സ്വതന്ത്ര വഴിയിലാണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ സന്യാസം എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് പരമായ സ്വാതന്ത്ര്യമാണ്. അതിന് മുകളിൽ ഈശ്വരൻ പോലും ഇല്ല എന്നാണല്ലോ സങ്കല്പം. അപ്പം ആ രീതിയിൽ ഈ പരിപൂർണ സ്വതന്ത്രനായി നടന്ന സ്വാമികൾ അദ്ദേഹത്തിന്റെ ബുദ്ധി, ഏറ്റവും തീക്ഷ്ണമായ ധിഷണ, ഊഹാഭോഗ സാമർഥ്യം, തത്വവിചാര ശൈലി, ഇങ്ങനെയൊക്കെ നിരവധി അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ കഴിവുകൾ കൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തെയും സംസ്കാരത്തെയും അദ്വൈത സിദ്ധാന്തത്തെയും ജീവകാരുണ്യ നിരൂപണത്തെയും ഒക്കെ അദ്ദേഹം വിശകലനം ചെയ്യാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കൃതികൾ, ഇപ്പൊ ഇവിടെ നിഷാദ് സാറും അതേപോലെ സൗമ്യത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അദ്ദേഹത്തിന്റെ കൃതികൾ ഒക്കെ അങ്ങനെ ഒരു പുസ്തകം എഴുതി അല്ലെങ്കിൽ പുസ്തകം ചർച്ച ചെയ്ത് ഒരു മാധ്യമ വ്യക്തിത്വമായി അറിയപ്പെടുന്ന ഒരാളായി. അദ്ദേഹത്തിന്റെ ജാതകത്തിൻ്റെതായിട്ടുള്ള ഒരു സന്ദർഭം എടുത്ത് പരിശോധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞതായിട്ടുള്ള ശുക്രൻ മറഞ്ഞ സൂര്യൻ എന്നാണ്. അപ്പൊ ശുക്രൻ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് സൂര്യൻ മറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. ഇത് ജ്യോതിഷ സങ്കല്പമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അത് അങ്ങനെയുള്ള ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് തോന്നുന്നു. മറഞ്ഞ വിദ്യകളായിരുന്നു സ്വാമികൾ ഉപയോഗിച്ചുകൊണ്ട്.
കാര്യം അങ്ങനെ പരസ്യമായിട്ട് ഒന്നും ഏതെങ്കിലും ഒരു പ്രസംഗ വേദികളിൽ പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ആകപ്പാട് ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് ഒരു 1906 അതും വേണ്ട സ്ത്രീകളുടെ സമത്വത്തെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള ഒരു സ്വാമികളെ കുറിച്ച് ഏതാണ്ട് 2000-ന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ദർശനങ്ങളെയും ഒക്കെ പുതിയ രീതിയിൽ വിശകലനം ചെയ്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും. ഇതിനു മുമ്പ് നമുക്കറിയാം 1908 ചട്ടമ്പി സ്വാമികളുടെ ആദ്യത്തെ ജീവചരിത്രം വരുന്നത്. സദ്ഗുരു സർവസ്വം എന്ന പേരിൽ കവിദീപൻ എഴുതിയ ജീവചരിത്രമാണ്. സംസ്കൃതത്തിലാണ്, പദ്യത്തിലാണ്. അപ്പൊ അത് സ്വാഭാവികമായും നമുക്കറിയാം അത് എന്തെങ്കിലും സാംസ്കാരിക വിശകലനമോ അല്ലെങ്കിൽ ദാർശനികമായ സവിശേഷതയോ എന്നതിനപ്പുറം ഒരു പ്രധാനപ്പെട്ട പ്രശിഷ്യൻ അദ്ദേഹത്തിന്റെ ഗുരുവിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് അതിന്റെ ചരിത്രപരമായ സവിശേഷത. അതിനുശേഷം 1934 അദ്ദേഹത്തിന്റെ സമാധി കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗൃഹസ്ഥ ശിഷ്യനായിട്ടുള്ള പറവൂർ ഗോപാലപിള്ള എഴുതിയ പ്രധാനപ്പെട്ട ഒരു പുസ്തകം പുറത്തു വരുന്നു, പരമഭട്ടാര ചട്ടമ്പി സ്വാമി തിരുവടികൾ എന്ന പുസ്തകം. അതാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഗദ്യ ജീവചരിത്രം. അതിനുശേഷം പിന്നെ 1953 PK പരമേശ്വരൻ നായർ എഡിറ്റ് ചെയ്തിട്ടുള്ള ചട്ടമ്പി സ്വാമി ശതാബ്ദി സ്മാരക ഗ്രന്ഥം വരുന്നു. അത് ആധികാരികമായിട്ടുള്ള ഒരു ഈടുവയ്പായിരുന്നു പറയാം. പിന്നീട് 1995 വിദ്യാധിരാജ വിശ്വകേന്ദ്രം തിരുവനന്തപുരം ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ലേഖന സമാഹാരം പുറത്തിറക്കി. PK പരമേശ്വരൻ നായരായിരുന്നു അതിന്റെ, PK പരമേശ്വരൻ നായരല്ല, ജഗതി വേലായുധൻ നായരായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി. അപ്പൊ ഇങ്ങനെ ഒക്കെ അങ്ങനെ ഒറ്റയ്ക്കും വേർതിരിഞ്ഞും ഒക്കെ ഉണ്ടായിട്ടുള്ള ചില പുസ്തകങ്ങൾ സ്വാമികളെ കുറിച്ച് അല്ലെങ്കിൽ സ്വാമിയുടെ ഗവേഷണത്തെ കുറിച്ച്, സ്വാമിയുടെ ദർശനത്തെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഒരു നൈരന്തര്യം അക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ 2000-ന് ശേഷമാണ് ഒരു പുതിയ വെളിച്ചം അല്ലെങ്കിൽ പുതിയ ആധുനികതയുടെ കാഴ്ചപ്പാടിൽ, ഉത്തരാധുനികമായ കാഴ്ചപ്പാട് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾക്ക്, ചട്ടമ്പി സ്വാമിയുടെ കാഴ്ചപ്പാടുകൾക്ക് ഒക്കെ പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം, കാരണം പ്രധാനമായും സ്വാമികളെ കുറിച്ച് ഏതാണ്ട് 700ഓളം രചനകൾ വന്നിട്ടുണ്ട്. ഇതിൽ 350 ഉണ്ടായിട്ടുള്ളത് 2000-ന് ശേഷമാണ്. അതായത് 100 വർഷം കഴിഞ്ഞു ചട്ടമ്പി സ്വാമികൾ സമാധിയായിട്ട്. 25 വർഷം കൊണ്ടാണ് ചട്ടമ്പി സ്വാമികളുടെ 350ഓളം രചനകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഒരു വർഷത്തിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് 5-6 പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ കുറിച്ചുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള മാനങ്ങൾ അവതരിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാകുന്നു, വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പല രീതിയിൽ ഒരു സാംസ്കാരിക പഠിതാവിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സർവജ്ഞൻ എന്ന രീതിയിൽ എല്ലാ വിഷയങ്ങളും, സ്വാമികൾ തൊടാത്ത മേഖലയില്ല. പാചകം മുതൽ പരബ്രഹ്മം വരെയുള്ള വിഷയങ്ങൾ സ്വാമികൾ, അത്തരം വിഷയങ്ങൾ സ്വാമികൾ കൃതകസ്ഥ നേടിയിട്ടുണ്ട്. അദ്ദേഹം വളരെ സാധാരണമായ ഭാഷയിൽ ഈ കേവലമായ തത്വചിന്തയുടെ ആലങ്കാരികമായ ഭാഷകൾ ഒഴിവാക്കിയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇങ്ങനെ ഒക്കെയുള്ള ചട്ടമ്പി സ്വാമികളുടെ പുതിയ കാഴ്ചപ്പാടുകൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പുതിയ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഏറ്റവും പുതിയ കാഴ്ച എന്ന് പറയുന്നത് അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ചട്ടമ്പി സ്വാമി പഠനങ്ങൾ എന്ന പുസ്തകമാണ്. മുണ്ടി കൃഷ്ണ സാർ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്. ഏതാണ്ട് 2782 പേജുകളുള്ള പുസ്തകം. 3 വാള്യങ്ങളായിട്ട് DC ബുക്സും PK പരമേശ്വരൻ നായർ ട്രസ്റ്റോടെ ചേർന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൽ 200ഓളം ലേഖകരുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ആന്തോളജി എന്ന് പറയാവുന്ന പുസ്തകമാണ്. അപ്പൊ ആന്തോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ലേഖന സമാഹാരം അല്ലെങ്കിൽ കലാസമാഹാരം, പദ്യസമാഹാരം എന്നൊക്കെ അർത്ഥത്തിലാണ് പറഞ്ഞിരുന്നതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ ദർശനത്തെയോ ഒക്കെ ആധാരമാക്കി ഉണ്ടാകുന്ന ലേഖന സമാഹാരങ്ങൾക്കും ഇപ്പോൾ നമ്മൾ ആന്തോളജി എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആന്തോളജി മലയാളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ആന്തോളജി. പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആന്തോളജി ചട്ടമ്പി സ്വാമികളെ കുറിച്ച്. മലയാളത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ആർക്കൈവ്സും ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളതാണ്. നമ്മുടെ R രാമൻ നായർ സാറാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള സ്വാമിയുടെ ദർശനത്തിന് പ്രസക്തിയേറുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ജാതി വിഭാഗത്തിന്റെയോ ഭാഗമായി, ഏതെങ്കിലും സന്യാസി പ്രസ്ഥാനത്തിന്റെയോ ഒന്നും ഭാഗമായിട്ടല്ല അദ്ദേഹം മുന്നോട്ട് പോയി. ഒരാളെ ഉണ്ടാക്കുന്ന ശബ്ദം പ്രതിധ്വനികളായിട്ട് ഏറ്റെടുക്കാൻ ഒരു വലിയ സമൂഹമില്ലെങ്കിൽ ഈ ഒറ്റയാന്മാരിലൂടെ മാത്രമേ അദ്ദേഹത്തിന്റെ ശബ്ദം പിന്നീട് സഞ്ചരിക്കുകയുള്ളൂ.
ഒറ്റയാന്മാരെ നമുക്കറിയാം, ഒറ്റയാന്മാരെ അവരുടേതായ ഒറ്റയടി പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒറ്റയാന്മാരുടെ ഒരാചാര്യൻ ഉണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമികളാണ് എന്നും പറയേണ്ടി വരും. കാര്യം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ക്രിസ്തുമത ചെയ്യാൻ എഴുതിയത് ശരിയാണ്. പക്ഷെ അദ്ദേഹം ക്രിസ്തുമത സാരം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ട് ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു. അപ്പൊ നമ്മൾ പുതിയ കാഴ്ചപ്പാടിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ മതാധിനിവേശത്തിനെതിരെ അല്ലെങ്കിൽ വൈദേശിക അധിനിവേശത്തിനെതിരെയുള്ള ശക്തമായ ശബ്ദമാണ് ചട്ടമ്പി സ്വാമി ഉന്നയിക്കുന്നത്. അദ്ദേഹം ബ്രാഹ്മണ മതത്തിനെതിരെ എഴുതി അധികാരത്തിനെതിരെ എന്നുള്ളതാണ് കൃത്യമായ പരാമർശം. അധികാരം എവിടെയാണോ ആളുകൾ അതിശക്തമായി സാധാരണക്കാർക്ക് നേരെ പ്രയോഗിച്ചിട്ടുള്ളത് അവിടെയൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ ശബ്ദം ഉയർന്നിട്ടുള്ളത്. ഇപ്പം ബ്രാഹ്മണ മതത്തിനെതിരെ ഉണ്ടായ പുസ്തകമാണ് വേദാധികാര നിരൂപണം. അറിവ് എന്നുള്ളത് ജന്മാവകാശമാണ്. അത് അദ്ദേഹം ആ പുസ്തകത്തിലെ പ്രധാനമായും വേദം പഠിക്കാൻ ആർക്കും അർഹതയില്ല എന്ന് പറയുന്നിടത്ത് ആ വേദത്തിലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുടെ പരസ്പര വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഖണ്ഡനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിസ്തുമതത്തിൻ്റെതായിട്ടുള്ള ഖണ്ഡനം നടത്തിയിട്ടുള്ളത് എന്താണ് ക്രിസ്തു എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ്. ഇത് ഒരു അധികാര സ്വഭാവത്തിലേക്ക് ഒരു സമൂഹം വരുമ്പോൾ അധികാര സമൂഹം ശക്തിപ്പെടുന്നിടത്താണ് ചട്ടമ്പി സ്വാമികളുടെ പ്രതിരോധം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വം എന്ന പേരിൽ പിൻകാലത്ത് വന്ന ഒരു പുസ്തകമുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ സ്ഥാനം എന്ന ലേഖനം ചട്ടമ്പി സ്വാമികൾ എഴുതിയതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പുരുഷാധികാരത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അധികാരമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്, അധികാരം പരസ്പരം പുലർത്താൻ മനുഷ്യന് അവകാശമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യത്തെ അദ്ദേഹം മുന്നിട്ട് വെച്ചു. അദ്ദേഹം പറയുന്നത് നമ്മുടെ മതം കാരുണ്യം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. അപ്പൊ കാരുണ്യം എല്ലാ മനുഷ്യരോടും കാരുണ്യം കാണിക്കുക, ആരെയും ഹിംസിക്കാതിരിക്കുക. ഇപ്പൊ മോക്ഷത്തിന് തന്നെ അദ്ദേഹം നൽകിയിട്ടുള്ള നിർവചനം വളരെ പ്രസക്തമാണ്. ആധ്യാത്മികമായിട്ടുള്ള ഒരു സങ്കല്പത്തിനപ്പുറം അദ്ദേഹം മോക്ഷത്തെ ഒരു സാമൂഹിക ബോധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അഹിംസയുടെ അങ്ങേയറ്റമാണ് മോക്ഷം. എത്ര കൃത്യമായ ആധുനികമായ നിർവചനമാണെന്ന് നോക്കാം. അപ്പം ഒരു അഹിംസ, ആരെയും ഹിംസിക്കാതിരിക്കുക, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ആരെയും നമ്മൾ അവമാനിക്കരുത് അല്ലെങ്കിൽ ഹിംസിക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതിനുവേണ്ടിയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ പോലും നമുക്കറിയാം ഇങ്ങനെയും ഒരു അഹിംസാവാദി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചട്ടമ്പി സ്വാമികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നത്. അപ്രായോഗികം എന്ന് തോന്നാവുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അമാനുഷിക സിദ്ധികളായിട്ട് ഒക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാധ്യമ വ്യക്തിത്വം ഒരിക്കലും ആകാതിരുന്ന ഒരു വ്യക്തി പിൻകാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ദൈക്ഷണിക ജീവചരിത്രം എന്ന് രാമൻ നായർ സാറും തിരുവാനാദേവി ടീച്ചറും എഴുതിയ ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ പോലെ ഒരു ദൈക്ഷണിക ജീവിതമായിരുന്നു ചട്ടമ്പി സ്വാമികൾ നയിച്ചത്. അത് വീണ്ടും വണ്ണം അടുത്ത കാലത്ത് കണ്ടെത്തി എന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ 6 പുസ്തകങ്ങൾ കണ്ടെത്താനുള്ള അവസരം ഉണ്ടായി. അത് പക്ഷേ നമ്മുടെ ഒക്കെ പലപ്പോഴും മുന്നേ പോയിട്ടുള്ള ആളുകളുടെ ഒക്കെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. എൻ്റെ ഒരു വലിയ ഗവേഷണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാര്യം നമുക്ക് ഒന്ന് കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ കിട്ടാമായിരുന്ന കാര്യങ്ങളായിരുന്നു. ഒരു 50 വർഷം മുമ്പ് അതിനുവേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ചട്ടമ്പി സ്വാമിയുടെ ഒന്നാമത്തെ കൃതി 1880 പ്രസിദ്ധീകരിച്ച സർവമത സാമരസ്യം എന്ന പുസ്തകമടക്കം നമുക്ക് കിട്ടി. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മുടെ ഒക്കെ ഉദാസീനത, അലസത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം എഴുതുന്ന പുസ്തകരചനയിൽ പോലും ഈ സാധാരണ സമൂഹങ്ങൾ ആവശ്യപ്പെടുന്ന രീതി ചോദിക്കുകയും ഏറ്റവും സാധാരണമായ ഭാഷയിൽ അദ്ദേഹം അതിന് മറുപടി നൽകുകയും ചെയ്തു. അപ്പൊ ഈ സങ്കല്പത്തിന്റെയൊക്കെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന സർവകലാശാല എന്ന് ആ കാലഘട്ടത്തിലെ ചില പണ്ഡിതന്മാർ വിളിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യനെ വിളിച്ചിരുന്നത് സഞ്ചരിക്കുന്ന ഗ്രന്ഥശാല എന്ന് നീലകണ്ഠ തീർത്ഥപാദരെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പോ അദ്ദേഹം ഒരു ഒറ്റയാനായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഒറ്റയാൻ സഞ്ചാരങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പന്മനയിൽ 2024 മഹാഗുരു വർഷത്തിന്റെ ഭാഗമായി ചട്ടമ്പി സ്വാമിയുടെ സമാധിയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമസൗഹൃദശാല എന്ന പുതിയൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത്. നമ്മൾ ഈ പുതിയ കാഴ്ചപ്പാടുകളുമാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഗ്രാമസൗഹൃദശാല എന്ന കാഴ്ചപ്പാട് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ, എക്കാലത്തെയും ഇനി പ്രസക്തമാവുന്ന ഒരു കാഴ്ചപ്പാടാണ്. ചട്ടമ്പി സ്വാമിയുടേതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സങ്കല്പനമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അദ്ദേഹത്തിന്റെ അധ്യാപന ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അറിവ് നൽകിയിരുന്നത് പ്രസംഗവേദികളിലൂടെയോ അല്ലെങ്കിൽ ക്ലാസ് മുറികളിലൂടെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രഭാഷണ സഭകളിലൂടെയോ പൊതുസഭകളിലൂടെയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒറ്റയാന സഞ്ചാരങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രധാനമായിട്ടും കൊച്ചു കൊച്ചു പണ്ഡിത സഭകൾ, അദ്ദേഹത്തെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ വരുമ്പോൾ അദ്ദേഹം അവരോട് അവർക്കിഷ്ടപ്പെട്ട വിഷയം സംസാരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ അത് കുടുംബ സദസ്സ്. അപ്പോൾ കുടുംബ സദസ്സുകളിലൂടെയും പണ്ഡിത സഭകളിലൂടെയുമായിരുന്നു ചട്ടമ്പി സ്വാമികൾ ജ്ഞാന വിതരണം നടത്തിയത്. അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാചകം മുതൽ പരബ്രഹ്മം വരെയുള്ള ചോദ്യങ്ങൾ വരും. ഇപ്പം ഉദാഹരണത്തിന് അദ്ദേഹത്തെ കുമ്പളത്ത് ശങ്കുപിള്ള ആദ്യമായിട്ട് കാണുന്നത്, പന്മന ആശ്രമത്തിന്റെ സ്ഥാപകൻ കുമ്പളത്ത് ശങ്കുപിള്ള, കേരളത്തിന്റെ രാഷ്ട്രീയ കാരണവർ എന്നറിയപ്പെടുന്ന കുമ്പളത്ത് ശങ്കുപിള്ള അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് 24-ാമത്തെ വയസ്സിലാണ്. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 24-ാമത്തെ വയസ്സിൽ 24-ാമത്തെ വയസ്സിൽ ചെന്ന് കാണുന്നത് അദ്ദേഹത്തിന് ഗുസ്തി സംബന്ധമായ ഉള്ള സംശയങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിനൊപ്പം വല്ലാടൻ മൈദീൻ കുഞ്ഞ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മറ്റു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഈ വല്ലാടൻ മൈദീൻ കുഞ്ഞ് ആയിട്ടാണ് അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കാണുന്നത് ഗുസ്തിയെ കുറിച്ചുള്ള മർമ്മവിദ്യയെ കുറിച്ചുള്ള ആയിട്ടുള്ള ചില സംശയങ്ങൾ തീർക്കാനാണ്. അല്ലാതെ അവിടെ പരബ്രഹ്മത്തെ കുറിച്ചോ അല്ലെങ്കിൽ മോക്ഷവിദ്യയെ കുറിച്ചോ ഒരു തരത്തിലുള്ള കാരണങ്ങളും ഉന്നയിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ചർച്ചയും നടക്കുന്നില്ല. അദ്ദേഹം കൃത്യമായ മറുപടി പറയുന്നു. അതിനെ അന്നത്തെ ഏറ്റവും നല്ല ചോരത്തിളപ്പുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയുള്ള കുമ്പളത്ത് ശങ്കുപിള്ളയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നു. അപ്പം അദ്ദേഹത്തെ പതുക്കെ പന്മനയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം വരാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം വരുമ്പോൾ പിൻകാലത്ത് കുമ്പളത്ത് ശങ്കുപിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികൾ എനിക്ക് മോക്ഷവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് വേദാന്തത്തെ കുറിച്ച് യാതൊരു ജ്ഞാനവും നൽകിയിട്ടില്ല. എനിക്ക് നൽകിയിട്ടുള്ള പൊതുസേവനം എങ്ങനെ വേണം, അല്ലെങ്കിൽ ഒറ്റമൂലി കുറിപ്പുകളാണ്. എങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒറ്റമൂലി കുറിപ്പടികൾ അദ്ദേഹം കുമ്പളത്ത് ശങ്കുപിള്ളയ്ക്ക് എഴുതി കൊടുത്തിരുന്നു. അപ്പൊ ഓരോരുത്തരുടെയും കൃത്യം അഭിരുചിക്കനുസരിച്ചാണ് ചട്ടമ്പി സ്വാമികൾ സംസാരിച്ചിരുന്നത്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ചട്ടമ്പി സ്വാമികളോട് ചോദിക്കുന്നത് തിരുവാതിരയെ കുറിച്ചുള്ള സംശയമാണ്. അദ്ദേഹം തിരുവാതിര ഗോകർണത്ത് നിന്നാണ് തുടങ്ങിയത് എന്ന് പറയുന്നു. അതിന് വിസ്തീർണം നൽകുമ്പോഴത്തേക്കും മറ്റൊരു ചോദ്യം അതിന് മറുപടി പറയുന്നു. അങ്ങനെ ഒരിക്കലും പരസ്പര ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിലും സ്വാമികൾ എല്ലാ തരത്തിലും കൃത്യമായ മറുപടികൾ നൽകിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പിൻകാലത്ത് നാരായണഗുരു അദ്ദേഹത്തെ സർവജ്ഞനെന്നും പരിപൂർണ കലാനിധി എന്നും ഒക്കെ ഉള്ള അപൂർവങ്ങളായ നിശ്ചലങ്ങളായ വിശേഷണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തിയത്. കാരണം അത് വളരെ സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണങ്ങളായി. അങ്ങനെ ഓരോ കുടുംബങ്ങളിലും ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഒരു കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങൾ, അദ്ദേഹം സ്ത്രീകളോട് സംസാരിച്ചിരുന്നത് അടുക്കള എങ്ങനെ വൃത്തിയാക്കാം, അല്ലെങ്കിൽ പാചകം എങ്ങനെ ചെയ്യാം. കാര്യം സ്വാമിക്ക് ഒരുപാട് പാചക വിദ്യകൾ അറിയാമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്വാമി അപ്പൂപ്പനായിട്ട് മാറുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇടയിൽ അദ്ദേഹം ഒരു കുട്ടിയായിട്ട് മാറിയിരുന്നത് CS സുബ്രഹ്മണ്യനെ കുറിച്ച് എഴുതി. അങ്ങനെ അദ്ദേഹം എന്താണോ, അദ്ദേഹം ഏത് സ്വഭാവത്തിലുള്ള വ്യക്തികളെയാണോ അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്നത്, ഇവരുടെ സ്വഭാവത്തിലേക്ക് മാറാൻ ഉള്ള ഒരു നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അത് അദ്ദേഹം പ്രത്യക്ഷമായിട്ട് പ്രകടമാക്കിയിരുന്നു. ഒരു സാധാരണ അദ്ദേഹം കാവി ഉടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അദ്ദേഹം രുദ്രാക്ഷമാല പോലും ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം വെള്ള വസ്ത്രത്തിൽ നടന്ന, അല്ലെങ്കിൽ കഷായം എടുക്കാത്ത ഒരു സന്യാസിയായിരുന്നു. അവധൂത സംസ്കാരമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചട്ടമ്പി സ്വാമികളെ മുൻനിർത്തിയാണ് ഗ്രാമസൗഹൃദശാലകൾ എന്നൊരാശയം 2024 ഈ പ്രധാനമായിട്ടും പന്മന, കരുനാഗപ്പള്ളി, ചവറ ഭാഗങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയത്. ഏതാണ്ട് 10-12ഓളം പ്രോഗ്രാമുകൾ അക്കാര്യത്തിൽ നടന്നു. അങ്ങനെ ഉള്ള സൗഹൃദ സഭകൾ നടത്തിയിട്ടുണ്ട്. ഇനിയും അതിന് ഒരു തുടർച്ച ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടിൽ ഈ ചട്ടമ്പി സ്വാമിയെ കമ്പാനിയൻ ഗുരു എന്നാണ് പിൻകാലത്ത് നിത്യചൈതന്യ ചട്ടമ്പി സ്വാമിയെ വിശേഷിപ്പിച്ചത്. കാരണം ഈ വേദാധികാര നിരൂപണത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ അന്വേഷിച്ചപ്പം വേദാധികാര നിരൂപണത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പം അടുത്ത കാലം വരെയും കിട്ടിയിരുന്നില്ല. പക്ഷേ തൊട്ടടുത്ത സമയത്ത് അങ്ങനെ വേദാധികാര നിരൂപണത്തിനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയുകയും അത് കണ്ടെത്തുകയും ചെയ്ത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അത് ഡോക്ടർ ബി സുഗീതയാണ് അത് കണ്ടെത്തിയത്. അപ്പം അദ്ദേഹത്തിന്റെ ലേഖനം, അത് നിത്യചൈതന്യയുടെ ഇതായിട്ട് ട്രാൻസ്ലേഷൻ അത് പ്രധാനപ്പെട്ട രീതിയിൽ പ്രസിദ്ധീകരിച്ചത് അധ്യാത്മ സരോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മാസികയിലാണ്, ഡൽഹിയിൽ നിന്നിറങ്ങുന്ന ഒരു പുസ്തകത്തിലാണ്. 1966 പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം 1970
74 പ്രൊഫസർ ജി സുകുമാരൻ നായർ എഴുതിയ അദ്ദേഹം ഈ ഭേദാധികാര നിരൂപണത്തിന് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അടുത്ത കാലത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അടുത്ത സമയത്താണ് അതിനെക്കുറിച്ച് ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചട്ടമ്പി സ്വാമികളുടെ ഗ്രാമസൗഹൃദശാല എന്നുള്ളത് ഒരു പുതിയ കാഴ്ചപ്പാടിൽ വന്നതാണ്. ഇനിയുള്ളത് സ്നേഹയോഗം എന്നൊരു കാഴ്ചപ്പാടാണ്. അത് അവതരിപ്പിച്ചുള്ള പ്രൊഫസർ എ വി ശങ്കരൻ മാഷാണ്. എ വി ശങ്കരൻ മാഷിൻ്റെതായിട്ടുള്ള സംഭാവനകൾ നമ്മൾ ഇനിയും ഈ വിദ്യാലയ സാഹിത്യത്തിന്റെ ഒരു നെടുന്തൂൺ അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് പോലും പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ എ വി ശങ്കരൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു വർക്ക് ഒട്ടും താമസിയാതെ തന്നെ അത് ഒട്ടിപ്പോ അടുത്ത സമയത്ത് തന്നെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. അതായത് ഇവിടുത്തെ നമ്മുടെ ലോകത്തിലുണ്ടായ ആദ്യത്തെ സംസ്കൃത ജീവചരിത്ര കാവ്യം, ഏറ്റവും വലിയ സംസ്കൃത ജീവചരിത്ര കാവ്യമാണ് വ്യാധിരാജ പുരാണം. 62,980 ശ്ലോകങ്ങളാണ്, സംസ്കൃത ശ്ലോകങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. 660 അധ്യായങ്ങൾ ഉള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ് ഈ തീർത്ഥപാദ പുരാണം എന്ന പുസ്തകം. ആ പുസ്തകം ഒരു പഴയ പുരാണത്തിന്റെ ശൈലിയിലാണ്, 19ാമത്തെ പുരാണം എന്ന് പറയാവുന്ന ഒരു ശൈലിയിൽ അതിമനോഹരമായ എഴുതപ്പെട്ട പുസ്തകമാണ്. എ വി ശങ്കരൻ മാഷ് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം 1980 എഴുത്ത് ആരംഭിച്ച് 1995 അത് പൂർത്തിയാക്കി. ഇത്ര കാലമായിട്ടും അത് പ്രസിദ്ധീകരണത്തിലേക്ക് വന്നിട്ടില്ല. ഒട്ടും താമസിയാതെ പ്രസിദ്ധീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ചട്ടമ്പി സ്വാമികളെ എന്താണ്, ചട്ടമ്പി സ്വാമികളുടെ ജീവിതം എന്താണ് എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന തരത്തിലാണ് എഴുതപ്പെട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകൻ എ വി ശങ്കരൻ മാഷിന്റെ മകൻ ഗിരിധര ഗോപാല് ആ പുസ്തകത്തിന്റെ കണ്ടന്റ് അവിടെ ചെയ്തിട്ട് ഒരു പുസ്തകം പുറത്തിറക്കിയിട്ട് ശങ്കര തീർത്ഥം എന്നൊരു പുസ്തകം കഴിഞ്ഞ വർഷം പുറത്തിറക്കി. അത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മഹത്വം എന്ന് നമുക്ക് പിടികിട്ടും. ചട്ടമ്പി സ്വാമികള് കാര്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കൃത കാവ്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് മഹാഭാരതമാണ്. 1.25 ലക്ഷം ശ്ലോകങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ്. അത് കഴിഞ്ഞൊരു ബ്രഹ്മാണ്ഡ പുരാണം, 3ാമത്തെ സ്ഥാനം എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് തീർത്ഥപാദ പുരാണം. അത് വായിച്ചാൽ തന്നെ ചട്ടമ്പി സ്വാമികളുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹം ലീലയാ കാലമധികം നീത്വ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അദ്ദേഹം ലീലയായി ജീവിച്ചത് എന്താണ്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് 90 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്ക് അദ്ദേഹം എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനം ഇട്ട് ഏറ്റവും മഹാനായിട്ടുള്ള ഒരു ആത്മീയ പീഠത്തിൽ ഇരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനൊപ്പം നിന്നവർക്ക് വേണ്ടി അതെല്ലാം ത്യജിച്ച് പരിപൂർണനായിട്ടുള്ള ഒരു സന്യാസി എന്ന രീതിയിൽ ജീവിച്ചു. ഈ കാഴ്ചപ്പാടിനെ വികസിപ്പിച്ചുകൊണ്ടാണ് പുതിയ പുസ്തകങ്ങളും പുതിയ സങ്കല്പങ്ങളും ഒക്കെ വിദ്യാധരായ പ്രസ്ഥാനങ്ങളും ചട്ടമ്പി സ്വാമിയെ മനസ്സിലാക്കിയ അക്കാഡമിക് ഗവേഷകരും ഒക്കെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഉള്ള ഒരു കാര്യം, അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിട്ടുള്ള ഒരു ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഗുരുകുല ദീപം എന്ന ഒരു മാസികയിൽ 1980 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ്. വളരെ പ്രസക്തമായ ഒരു ലേഖനമാണ്. ഹരിനാമ കീർത്തനത്തിന്റെ രഹസ്യം എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. അത് അനിയൻ പൊയ്ക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനാണ് അത് സമാഹരിച്ചിട്ടുള്ളത്. അതിൽ ഹരിനാമ കീർത്തനത്തിൽ സരസ്വതി ഉണ്ട് എന്ന് ചട്ടമ്പി സ്വാമികൾ സ്ഥാപിച്ച് കാണിക്കുക. അത് എങ്ങും ഇതുവരെ അറിയപ്പെടാത്ത ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. ഹരിനാമ കീർത്തനം എന്താണ്, ഹരിനാമ കീർത്തനത്തിന്റെ രഹസ്യം എന്താണ്, അതിൽ സരസ്വതി ഉണ്ട്. അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കും. വേണമെങ്കിൽ നമ്മുടെ ശ്രീചക്ര പൂജാകൽപ്പത്തിന്റെ ഒരു പീഠിക എന്ന് പറയാവുന്ന സംഭാഷണമാണ് ഇത്. അദ്ദേഹം ശിഷ്യന്മാരുമായിട്ട് ഉള്ള സംഭാഷണമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും അടുത്ത കാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 15 ഉപദേശം. ഇപ്പൊ ഞാൻ ഈ പുതിയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ കാര്യങ്ങളിലേക്ക് കടക്കാതെ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കാര്യം പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ചട്ടമ്പി സ്വാമികളുടെ പല പുസ്തകങ്ങളും ഇപ്പോൾ അക്കാഡമിക് രംഗങ്ങളിൽ വളരെ ആധികാരികമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പറയാം. നമ്മുടെ വിഷയം പോലെ വിഷയത്തിന്റെ തലക്കെട്ട് പോലെ പുതിയ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന് ഉള്ള 15 ഉപദേശം എന്ന ഒരു കാഴ്ചപ്പാട് എന്ന ഒരു പ്രചാരണം ചട്ടമ്പി സ്വാമിയുടെ ആരോഗ്യ പദ്ധതിയിലുണ്ടായി. തൃശ്ശൂരിൽ
ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള വസൂരി രോഗബാധ, അതേപോലെ മറ്റ് സാംക്രമിക രോഗങ്ങൾ, ഇവയെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ചട്ടമ്പി സ്വാമികൾ രൂപപ്പെടുത്തിയ ഒരു ഉപദേശ പദ്ധതിയാണ് 15 ഉപദേശം. ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് തെച്ചുളൈ കൈമളുടെ മകളായിട്ടുള്ള അമ്മയാണ് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. 15 ഉപദേശങ്ങൾ ചട്ടമ്പി സ്വാമികൾ നൽകിയിരുന്നു അദ്ദേഹത്തെ സമീപിക്കുന്നവർക്ക്. അപ്പൊ നമ്മൾ കേൾക്കുന്നത് പോലൊക്കെയുള്ള ഒരു ആരോഗ്യത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, ആയുസ്സിന്, ഊർജ്ജസ്വലതയ്ക്ക് പറ്റുന്നതായ 8 മണിക്കൂർ ഉറങ്ങണം, പിന്നെ എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യണം, പിന്നെ മനസ്സിന് വൈകാരികമായ പ്രക്ഷുബ്ധത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്, എല്ലാ ദിവസവും കുറച്ചു നേരം വിനോദങ്ങളിൽ ഏർപ്പെടണം, അങ്ങനെ മനസ്സിനെ അങ്ങനെ വൈകാരികമായ പ്രക്ഷുബ്ധതകളിലേക്ക് നയിക്കരുത്, അമിത ചിന്ത പാടില്ല. കാര്യം ചിന്ത നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ മനസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മൾ ഒരു വിഷയം എടുക്കുമ്പോൾ ഒരു വിഷയം നമ്മൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമല്ല, ആ സംഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയാണ്, വിലയിരുത്തലാണ് നമ്മളെ ഭയങ്കരമായ ട്രോമയിലേക്ക് നയിക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം വൈകാരികമായ പ്രക്ഷുബ്ധതകൾ, ചിന്തകൾ നമ്മൾ ഏറ്റെടുക്കരുത് എന്ന് ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉല്ലാസകരമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പോകുന്നത്, നമ്മൾ അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് പോകുന്നത്, വിഷാദം എന്ന് പറയുന്നത് ജീവിക്കുന്ന ആത്മഹത്യയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉല്ലാസകരമായ കാര്യങ്ങൾ, സൗഹൃദങ്ങളിൽ ഏർപ്പെടണം എന്നുള്ള ചിന്ത. അപ്പോൾ മലയാളത്തിലെ സൗഹൃദ ഗുരു എന്ന രീതിയിൽ ഉള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികളെ. കമ്പാനിയൻ ഗുരു എന്നാണ് നിത്യനിധി എഴുതിയത്. നിത്യനിധി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ശിഷ്യന്മാരെ പോലും സുഹൃത്തുക്കളായിട്ട് കണ്ടു. വലിപ്പ ചെറുപ്പങ്ങളില്ലായിരുന്നു. അദ്ദേഹം ശിഷ്യന്മാർക്ക് അയക്കുന്ന കത്തുകളിൽ ചട്ടമ്പി എന്ന് മാത്രമായിരുന്നു വെച്ചിരുന്നത്. അദ്ദേഹം അങ്ങനെ ഞാൻ ശിഷ്യനാണ്, ഗുരുവാണ് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഞാൻ എല്ലാവരുടെയും ദാസനാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഗുരു ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണ പരമഹംസനായിരിക്കണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവരുടെയും ദാസനാണ്, എനിക്ക് ആരുടെയും ആചാര്യനാവണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു വലിയ പണ്ഡിതൻ, മഹാത്മാവ് ആയിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ 15 ഉപദേശങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. അതിനെക്കുറിച്ച് ചട്ടമ്പി സ്വാമി പഠനങ്ങൾ എന്ന പുസ്തകത്തിൽ ആചാര്യ വിജയകൃഷ്ണൻ്റെതായിട്ടുള്ള ഒരു ലേഖനമുണ്ട്, നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ നിരീക്ഷണം ചട്ടമ്പി സ്വാമികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, 1920-21 കാലഘട്ടങ്ങളിൽ തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാസിക, അത് ആരോഗ്യ മാസികയാണ്. ആരോഗ്യ മാസികയിൽ സ്വാമിയുടെ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ആരോഗ്യ മാസികയുടേതായിട്ടുള്ള പത്രാധിപർ രാമവാര്യരായിരുന്നു. അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കാണുകയും അദ്ദേഹത്തിന്റെ കുറിപ്പടികൾ എഴുതിയെടുക്കുകയും ചെയ്തു. ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ പേര് വെക്കാതെ ആ കാലഘട്ടങ്ങളിൽ സദ്ഗുരു മാസികയിൽ, അതുപോലെ പൗരൻ മാസികയിൽ, പിന്നെ ഭാഷാചരിത്രം മാസികയിലൊക്കെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സദ്ഗുരു മാസികയില് MNB എന്നൊരു തൂലിക നാമം കാണും. നമ്മൾ നിരന്തര എല്ലാ ലക്കങ്ങളും, മിക്കവാറും ലക്കങ്ങളുണ്ട് NMB എന്നല്ല. ഇതാരാണ് എന്നുള്ളത് നമുക്കൊരു സംശയമായിരുന്നു. അപ്പോൾ അതുള്ള മുണ്ടനാട് ഭാസ്കരക്കുറുപ്പിന്റെ അതിന്റെ ഒരു ഷോർട്ട് ഫോമാണ് NMB എന്ന് പറയുന്നത്. അതായത് മുണ്ടനാട് ഭാസ്കരക്കുറുപ്പ് എന്ന് പറയുന്നത് തെച്ചുളൈ കൈമളാണ്. അപ്പൊ അങ്ങനെ തെച്ചുളൈ കൈമൾ ചട്ടമ്പി സ്വാമിയിൽ നിന്നും ആ കാലഘട്ടത്തിലെ പുരാവൃത്തങ്ങളും ചരിത്രങ്ങളും ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ഒക്കെ NMB എന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കറിയാം ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങളും ദർശനങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ലേഖന പരമ്പര തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതും ഈ ചട്ടമ്പി സ്വാമികൾ അധ്യക്ഷനായി നിന്ന് പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു അന്വേഷണ മേഖലയാണ്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് എനിക്ക് ഒക്കെ പ്രസിദ്ധീകരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു പുസ്തകമാണ് അപൂർവ ചികിത്സാവിധി. അത് പ്രസിദ്ധീകരിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച് 3 പതിപ്പുകൾ വന്നു. അത് സ്വാമിയുടെ കൈപ്പടയിൽ എഴുതിയ പുസ്തകങ്ങൾ കിട്ടിയതാണ്. അതാണ് പ്രസിദ്ധീകരിച്ചത്, പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒറ്റമൂലി കുറിപ്പടികൾ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അത് നമുക്ക് പലതും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതുകൊണ്ട് ഒരു ആരോഗ്യ ചിന്തകൻ എന്ന നിലയിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ചട്ടമ്പി സ്വാമികളെ അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടമ്പി സ്വാമികളുടെ മഹാഗുരുവർഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സമാധി വാർഷിക
ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് പന്മനയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ചട്ടമ്പി സ്വാമി ചരിത്ര സംഭവ സൂചിക. അത് നമ്മുടെ അക്കാഡമിക് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് അത് കൃത്യമായി ക്രോഡീകരിച്ച് പുസ്തകമാക്കുകയും ചെയ്തിട്ടുണ്ട്. പുസ്തകമല്ല, ഒരു വിളംബര പത്രിക എന്ന രീതിയിൽ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 12 സംഭവങ്ങളെ ആസ്പദമാക്കിയാണ്. 12 സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ മഹാസമാധിയും അദ്ദേഹത്തിന്റെ ജയന്തിയും പെടും. പക്ഷെ ജനുവരി തൊട്ട് ഏതാണ്ട് ഡിസംബർ വരെ ഉള്ള 12 മാസങ്ങളിൽ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒക്കെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ചരിത്ര സംഭവ സൂചിക തയ്യാറാക്കിയത്. അതിൽ ഒന്നാമത്തെ ഉള്ള കാര്യം ജീവകാരുണ്യ പ്രബോധനം എന്ന ഭാഗമാണ്. അപ്പൊ ജീവകാരുണ്യ പ്രബോധനം, ഈ പറയുന്ന ജീവകാരുണ്യ പ്രബോധനം 1903 ഉണ്ടാകുന്നത്. ആ ജീവകാരുണ്യം, ഇന്ന് നമ്മൾ കാണുന്ന കാരുണ്യ നിരൂപണം എന്ന പുസ്തകം ചെറിയൊരു പുസ്തകമാണ്. ചട്ടമ്പി സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവകാരുണ്യ നിരൂപണം എന്നത് വലിയ ഒരു പ്രബന്ധമായിരുന്നു. ഏതാണ്ട് 500ഓളം പേജുകൾ ഉള്ള ഒരു മഹാപ്രബന്ധമായിരുന്നു. അത് കോട്ടയത്ത് വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു. അത് 1903 എഴുതി അത് അദ്ദേഹം വെച്ചിരുന്നു. ഇത് നമ്മുടെ എല്ലാ ഗവേഷകന്മാർക്കും അന്വേഷകർക്കും അറിയാവുന്നത് പോലെ അത് സ്വാഭാവികമായും നഷ്ടപ്പെട്ടു. അതിൽ പലതരത്തിലുള്ള ശിഷ്യന്മാരുടെ കയ്യിലെത്തി അവർ വായിച്ചിരുന്നു. അവർ സ്വാമിയുടെ പല പുസ്തകങ്ങളും കയ്യെഴുത്ത് പ്രതികളായിട്ടാണ് ഈ പണ്ഡിത സഭകളിലും കുടുംബ സദസ്സുകളിലും പ്രചരിച്ചിരുന്നത്. അത് ഒക്കെ പലപ്പോഴും പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ചട്ടമ്പി സ്വാമികളുടെ ഉദാസീനത കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ ഉദാസീനത കൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. അദ്ദേഹം വേണ്ട 10-30ഓളം കൃതികൾ എഴുതിയിട്ട് നമുക്ക് ഇപ്പോഴും 20-നകത്ത് കൃതികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ ജീവകാരുണ്യ നിരൂപണം എഴുതി. അത് ഏറ്റവും വലിയ രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല. അത് പിൻകാലത്ത് പന്മനയിൽ വെച്ചാണ് ഇപ്പൊ ജി രാമൻ മേനോനാണ് അത് മുഴുവൻ കേട്ടെഴുതി പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകമാണ് ഇന്ന് നമ്മൾ കാണുന്ന ജീവകാരുണ്യ നിരൂപണം എന്ന പുസ്തകം. അപ്പം ഈ ജീവകാരുണ്യ പ്രബോധനം ചട്ടമ്പി സ്വാമികൾ 1903 ജനുവരിയിലാണ് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രബോധനം എന്ന പുസ്തകം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കയ്യെഴുത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഉള്ള പ്രധാനപ്പെട്ട ഫെബ്രുവരിയിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് മതസമത്വ ബോധനം എന്നുള്ളതാണ്. അത് നമുക്കറിയാം, 1880 അദ്ദേഹം എഴുതിയിട്ടുള്ള സർവമത സാമരസ്യം എന്ന പുസ്തകമാണ്. അപ്പൊ ഈ സർവമത സാമരസ്യം എന്ന പുസ്തകം നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന സർവമത സാമരസ്യം എന്ന പുസ്തകം എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അപൂർവ ഗ്രന്ഥമാണ് അത്. ആ പുസ്തകം സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആ പുസ്തകം നമുക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ 1-2 ശ്ലോകങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. 1880 അദ്ദേഹം വിദ്യാധിരാജനായി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ അല്ലെങ്കിൽ തീർത്ഥപാദന്മാരെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരും ഒക്കെ ആയിട്ടുള്ള ചർച്ചകളിലാണ് ആ പുസ്തകം കൂടുതൽ പ്രചരിക്കുന്നത്. അത് നമുക്ക് കിട്ടിയിട്ടില്ല, സർവമത സാമരസ്യം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തെ ആധാരമാക്കിയാണ് അദ്ദേഹത്തിന്റെ മതസമത്വ ബോധനം എന്ന സങ്കല്പം ഉണ്ടാവുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1899 അദ്ദേഹം നടത്തിയിട്ടുള്ള പെരുമ്പാവൂർ സാധുജന സേവനം. ഇത് നമ്മൾ പുസ്തകങ്ങൾ കിട്ടത്തില്ല, പക്ഷെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഗുരുകുല ദീപം എന്ന് പറയുന്ന മാസിക ഒക്കെ നമുക്ക് കിട്ടുകയും അതിൽ ഉള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ ഒക്കെ ജീവിതത്തിൽ അറിയപ്പെടാതെ കിടന്നിട്ടുള്ള ഏടുകളാണ് ഇതൊക്കെ. ഈ പെരുമ്പാവൂരിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സാധുജന സേവനം, അവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കോളനിയിൽ ആ വിഷൂജിക ബാധയുണ്ടാകുന്നു. അത് ഒരു പ്രധാന ദളിത് ചേരി പ്രദേശമായിരുന്നു. അവിടെ ചട്ടമ്പി സ്വാമികൾ എത്തുകയും അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തടയുന്നുണ്ട്, സാംക്രമിക രോഗമാണ്, അങ്ങോട്ട് പോകരുത്. പക്ഷെ സ്വാമികൾ അവിടെ ഒറ്റയ്ക്ക് വന്ന് ചില പച്ചമരുന്നുകൾ ഉപയോഗിച്ച് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു വീണുകൊണ്ടിരിക്കുക. അദ്ദേഹം നടത്തിയ ചികിത്സയിലൂടെ ഒരാഴ്ച കൊണ്ട് അതിന് ഭേദം വരികയും, ഇത് അദ്ദേഹം കരുനാഗപ്പള്ളിയിലും തൃശ്ശൂരും ഒക്കെ ആവർത്തിച്ചിട്ടുള്ളതാണ്. അത് പ്രധാനമായിട്ട് ശർക്കര കോവിലകൻ രവിവർമ്മ തമ്പുരാൻ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പിൻകാലത്ത്. അപ്പൊ അങ്ങനെ പെരുമ്പാവൂർ സാധുജന സേവനം എന്നതും ഈ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് നമ്മൾ കണ്ടെത്തിയ പുതിയൊരു ചരിത്ര കാഴ്ചയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. 1881 ആണ് വേദാധികാര പ്രതിഷ്ഠാപനം സംഭവിക്കുന്നത്. അപ്പൊ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ
ഈ വേദാധികാര നിരൂപണത്തിന്റെ തുടക്കത്തിൽ നമുക്കറിയാം, വേദാധികാര നിരൂപണത്തിന്റെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതാണ്ട് 30-34 വർഷം മുമ്പ് തന്നെ ഈ വേദാധികാര നിരൂപണം എഴുതപ്പെട്ടിരുന്നു. ഈ പറഞ്ഞ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് കുടുംബ സദസ്സുകളിലൂടെയും പണ്ഡിത സഭകളിലൂടെയും ഒക്കെ ആയിരുന്നു ഇതിന്റെ ചർച്ചകൾ നടന്നത്. അതിനെക്കുറിച്ച് രാജേന്ദ്ര ജിജ്ഞാസു എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഉണ്ടാവുന്ന ആദ്യത്തെ വേദത്തെക്കുറിച്ചുള്ള നിരൂപണ ഗ്രന്ഥമാണ് ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന് ഉത്തരേന്ത്യൻ പണ്ഡിതനായിട്ടുള്ള രാജേന്ദ്ര ജിജ്ഞാസുവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1881 വേദാധികാര പ്രതിഷ്ഠാപനം ഇനിയും പുതിയ കാഴ്ചപ്പാടിൽ പഠിക്കേണ്ടതായ പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ നമുക്കറിയാം, പിന്നുണ്ടാകുന്നത് ഏപ്രിൽ മാസത്തിലാണ് ഈ വേദാധികാര പ്രതിഷ്ഠാപനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നതും അതിനെ തുടർന്ന് ആ പുസ്തകം എഴുതപ്പെടുന്നു 1881. പിന്നെ സമാധി ആയിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു ചരിത്ര സംഭവ സൂചികയിൽ കാണുന്നത്. സമാധി ഉണ്ടാവും മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ അദ്ദേഹം മെയ് 5-ാം തീയതിയാണ് പന്മനൈ സമാധി. നമുക്കറിയാം ചട്ടമ്പിസ്വാമിയുടെ വൈജ്ഞാനിക വിപ്ലവം തുടങ്ങുന്നത് കൂബക്കരയിലെ ഗ്രന്ഥപുരയിൽ നിന്നാണ്. കൂബക്കര മഠത്തിലെ ഗ്രന്ഥപുരയിൽ നിന്നാണ്, തിരുവനന്തപുരത്ത്. അദ്ദേഹം സമാധിയാവുന്നതും ഒരു പക്ഷേ യാദർച്ഛികമാവാം. അദ്ദേഹം ഒരു പന്മനയിലെ വായനശാലയിലാണ് സമാധിയാവുന്നത്. അപ്പൊ കേരളത്തിലെ പുസ്തക പ്രസ്ഥാനത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ മലയാളത്തിലെ പുസ്തക ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ അദ്ദേഹത്തെ വൈജ്ഞാനിക വിപ്ലവം ഗ്രന്ഥപുരയിൽ തുടങ്ങി മറ്റൊരു ഗ്രന്ഥപുരയിൽ അവസാനിക്കുന്ന ഒരു വിപ്ലവം, ഒരു വൈജ്ഞാനിക വിപ്ലവം അല്ലെങ്കിൽ ഒരു മഹാത്മാവിന്റെ ജീവിതം ഒരുപക്ഷെ ചട്ടമ്പിസ്വാമിയുടെ മാത്രമേ കാണുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയുള്ളത് മതാധികാര സംവാദം. മതാധികാര സംവാദം എന്ന് പറയുന്നത് ക്രിസ്തുമത സാരം, പിന്നെ അത് മോക്ഷപ്രദീപ ഖണ്ഡനം തുടങ്ങിയ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ മതാധികാര സംവാദം 1889 ചട്ടമ്പിസ്വാമിയിൽ ക്രിസ്തുമത ചേതന എന്ന പുസ്തകം എഴുതുന്നത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത്. അപ്പൊ ഇത് രണ്ട് തരത്തിലുള്ള പ്രതിരോധങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. ഒന്ന് പരസ്യമായ പ്രതിരോധമായിരുന്നു ക്രിസ്തുമതത്തെയോ ക്രിസ്തുവിനെ അല്ല വിമർശിക്കുന്നത്. അതിന് പകരം മതത്തിന്റെ അധികാരത്തിന്റെ രൂപത്തിൽ വരുന്ന അധിനിവേശ ശക്തികളെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ചട്ടമ്പിസ്വാമിയുടെ കാഴ്ചപ്പാട്. അത് മറ്റൊരു തരത്തിലാണ് ഗുരുദേവൻ നിർവഹിച്ചത്. അത് ആ കാലഘട്ടത്തിലെ വിവേകോദയ മാസികകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. കാര്യം ക്രിസ്തുമതത്തിലേക്ക് പോയവരെ ഇവിടെ ഒരിക്കലും ക്രിസ്തുമത ചട്ടമ്പിസ്വാമികളോ അല്ലെങ്കിൽ നാരായണ ഗുരു ഒന്നും ക്രിസ്തുവിനെയോ ക്രിസ്തുമത ദർശനത്തെയോ ഒന്നും നിഷേധിച്ചിട്ടില്ല. പക്ഷെ അവർ മനസ്സിലാക്കിയത് അധികാരശക്തിയുടെ വൈദേശികമായ അധികാരശക്തിയുടേതായിട്ടുള്ള ഒരു പ്രലോഭനം ഈ സാധാരണക്കാർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ധർമ്മം എന്ന് പറയുന്നത്, നമ്മൾ സനാതന ധർമ്മം എന്ന് പറയുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യമുണ്ട്. ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അദ്വൈത ചിന്താപദ്ധതി എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ശങ്കരാചാര്യ ഭഗവത്പാദരുടെ കാഴ്ചപ്പാടുകളെയൊക്കെ സാധൂകരിക്കുന്ന പുസ്തകമാണ് അദ്വൈത ചിന്താപദ്ധതി എന്ന് പറയുന്ന ചട്ടമ്പിസ്വാമി. അതേപോലെ തന്നെ നാരായണ ഗുരുദേവനും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തത്വത്തിൽ നാം ശങ്കരനെയാണ് പിന്തുടരുന്നത്. ആധുനികമായ രീതിയിൽ ശങ്കരന്റെ കാഴ്ചപ്പാടിനെ അദ്ദേഹം നവീകരിച്ചു. നാരായണ ഗുരുദേവൻ ഒരു കാട്ടുകല്ലിനെ, അരുവിപ്പുറത്ത് കിടന്ന ഒരു കാട്ടുകല്ലിനെ എടുത്ത് അദ്ദേഹം കേരള നവോത്ഥാനത്തിന്റെ മൂലക്കല്ലാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ഉള്ള സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക, ഇത്തരത്തിലുള്ള യഥാർത്ഥ സന്യാസധർമ്മം എന്താണ്, യഥാർത്ഥ ജീവിതധർമ്മം എന്താണ്, യഥാർത്ഥ സനാതന ധർമ്മം എന്താണ് എന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി അല്ല അവരാരും ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഈ സാധാരണക്കാരെ മുഴുവൻ ഇതൊരു വലിയ ധർമ്മമാണ്, അല്ലെങ്കിൽ ഭാരതീയ ധർമ്മം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം മതാധികാര സംവാദത്തിൽ ചട്ടമ്പിസ്വാമികൾ ഏർപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചട്ടമ്പിസ്വാമികളുടെ ക്രിസ്തുമത ചേതനത്തെയും അതുകൊണ്ട് നാരായണ ഗുരുദേവന്റെ ദൈവചിന്തനത്തെയും കൂടെ ഒരുമിച്ച് വെച്ച് വായിക്കുകയാണെങ്കിൽ അത്ഭുതം തോന്നും നമുക്ക്. കാര്യം പല സ്ഥലങ്ങളിലും എത്രത്തോളം സാമ്യത ഉണ്ടാകുന്നു. ഒരേ ഭാഷയിൽ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളും സംവേദിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ദൈവചിന്തനവും ഈ ക്രിസ്തുമത ചേതനവും എന്നുള്ളതും പ്രശസ്തമാണ്. ഈ രണ്ടുപേരും 6 വർഷത്തോളം ഒരുമിച്ച് നടന്നവരുമാണ്, ആത്മസോദരങ്ങളായി നടന്നവരുമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രസക്തി. ഇനിയുള്ളത് 1906
ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീ സമത്വ വിജ്ഞാപനം. അദ്ദേഹം ആകപ്പാടെ ഒരു പ്രസംഗമേ നടത്തിയിട്ടുള്ള എന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് എറണാകുളത്തെ സ്ത്രീ സമാജത്തിന് വേണ്ടി TC കല്യാണിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ പ്രസിദ്ധയായിട്ടുള്ള സാഹിത്യകാരി, അവരുടെ ജീവിത പങ്കാളി ചട്ടമ്പി സ്വാമിയുടെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്നു TK കൃഷ്ണമേനോൻ. അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു സാഹിത്യകുശലൻ എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ആണ് കർമ്മൽ ദൈവത്താന്റെയും പിന്നെ അതുപോലെ പണ്ഡിറ്റ് KP കറുപ്പന്റെ ഒക്കെ കൂടെ കായൽ സമരങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് TK കൃഷ്ണൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് ചട്ടമ്പി സ്വാമികൾ സ്ത്രീ സമാജത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയത്. പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ സ്ഥാനം, അതിൽ ചട്ടമ്പി സ്വാമികൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ത്രൈലോക്യ ചക്രവർത്തിനിയാണ് എന്നാണ്. പുരുഷന്മാർ യന്ത്രങ്ങളാണ്, അധ്വാനിക്കേണ്ട യന്ത്രങ്ങളാണ്. കുടുംബം എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് വീട്ടുകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ ഏറ്റവും വലിയ ശക്തികളാണ്. ശക്തി എന്ന് പറയുന്നത് തന്നെ ദേവി സങ്കല്പത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയുന്ന ഫെമിനിസം എന്ന വൈദേശികമായിട്ടുള്ള പ്രസ്ഥാനം, സൈദ്ധാന്തിക കാഴ്ചപ്പാട് വരുന്നതിന് എത്രയോ വർഷം മുമ്പാണ് ചട്ടമ്പി സ്വാമികൾ സ്ത്രീ സമത്വത്തെ കുറിച്ച് വളരെ ശക്തിയുക്തം, അദ്ദേഹത്തിന്റെ തത്വചിന്തയുണ്ട്, അദ്ദേഹത്തിന്റെ വേദാന്തം പ്രവർത്തിക്കുന്നുണ്ട്, ആധുനികമായ കാഴ്ചപ്പാടുണ്ട്, ഇതെല്ലാം കൂടെ സമീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ത്രീ സമത്വ വിജ്ഞാപനം 1906 ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവ സൂചികയായിട്ട് നമ്മൾ പുതിയ കാഴ്ചപ്പാടിൽ ഒക്കെ അവതരിപ്പിച്ചു വരുന്നുണ്ട്. ഇനി അയിത്തോച്ചാടന പ്രഖ്യാപനം 1907 അയിത്തോച്ചാടന പ്രഖ്യാപനം നമുക്കറിയാം വളരെ പ്രസിദ്ധമാണ്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്. മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചട്ടമ്പി സ്വാമികൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നിയുക്തമായ സംഭവം നമുക്കറിയാം. വള്ളികുന്നത്തു നിന്നും ശാസ്താംകോട്ടയിലേക്കുള്ള യാത്രയാണ്, സന്ധിക്കാണ്. അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊപ്പം ഭക്തജനങ്ങൾക്കൊപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ എതിരെ ഒരു പാവപ്പെട്ട ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് ശിഷ്യന്മാര് പറയാണ് പോ എന്നിങ്ങനെ ആട്ടിപ്പായിക്കുകയാണ്. ചട്ടമ്പി സ്വാമികൾ ഇത് കണ്ട് അമ്പരന്നു. എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്, അടുത്തേക്ക് വിളിച്ചിട്ട് പറയാണ് എന്താണ്. അപ്പൊ അയാൾ പേടിക്കുന്നുണ്ട്, എതിരെ വന്ന ആ പാവപ്പെട്ട മനുഷ്യൻ പേടിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. അപ്പൊ ചട്ടമ്പി സ്വാമികൾ അടുത്ത് വിളിച്ച് കൈപിടിച്ച് നടത്തി അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അടുത്തുള്ള ആൽത്തറയിലിരുന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക്, അദ്ദേഹത്തിനൊപ്പം ഇരുന്നിട്ടുള്ള ഭക്തജനങ്ങളെ വളരെ ശാസനയുടെ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു 10-15 മിനിറ്റോളം അനൗപചാരിക പ്രഭാഷണമാണ് അയിത്തോച്ചാടന പ്രഖ്യാപനം എന്ന രീതിയിൽ പിൻകാലത്ത് വളരെ പ്രസിദ്ധമായി മാറി. വള്ളികുന്നത്തു നിന്നും ശാസ്താംകോട്ടയിലേക്കുള്ള യാത്രയിൽ. അപ്പൊ അത് വളരെ പുതിയ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല പുസ്തകങ്ങളിലും അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട്. പല പ്രസംഗവേദികളിലും അദ്ദേഹത്തിന്റെ 1907 ശാസ്താംകോട്ടയിലെ അയിത്തോച്ചാടന പ്രഖ്യാപനം ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് ഒക്കെ മാറുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിന്റെ സംഭവ സൂചികയായിട്ടും നമുക്ക് വിലയിരുത്തപ്പെടാം. ഇനി ഉള്ളത് ഡിസംബർ മാസത്തിൽ ഈ കാര്യം നവംബറിലെ കാര്യമാണ്. ഇത് നമ്മൾ ഈ 12 സംഭവങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട 12 സംഭവങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ ഒരു ആധുനിക ഗവേഷണ രീതിശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല എഴുതിയത് എന്നുള്ളത് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചട്ടമ്പി സ്വാമിയുടെ ജീവചരിത്രം പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു കാലക്രമണികതയുടെ അടിസ്ഥാനത്തിലല്ല എഴുതപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് അറിയാൻ കഴിയും. അത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ ചട്ടമ്പി സ്വാമികൾ ഉദാസീനായിരുന്നു എന്നാണ് പിൻകാലത്ത് പന്നിശ്ശേരിയും നീലകണ്ഠ തീർത്ഥവാദരും തീർത്ഥവാദ പരമഹംസ സ്വാമികളും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം എഴുതാൻ നീലകണ്ഠ തീർത്ഥവാദർ മുടിച്ചേർത്ത് കിട്ടുകൊള്ള എന്ന് പറഞ്ഞ ഒരു മഹാപണ്ഡിതനെ ഏൽപ്പിക്കുന്നുണ്ട്. അതേപോലെ പിന്നുള്ളത് M. നാരായണ പിഷാരടി എന്ന് പറയുന്ന ഒരാളെ അങ്ങനെ ഒരു ജീവചരിത്രം എഴുതാൻ ഏൽപ്പിക്കുന്നുണ്ട്.
പിന്നെ ഉള്ള നീലാണ്ട തീർത്ഥപാദരുടെ ബൃഹത്തായ ജീവചരിത്രം എഴുതിയ പന്തിശ്ശേരിയോടും ശ്രീവർദ്ധനത്ത് കൃഷ്ണപിള്ളയോടും സർദാർ കെ എം പണിക്കര് ആവശ്യപ്പെടുന്നുണ്ട് ഈ ചട്ടമ്പി സ്വാമികളുടെ ഒരു ജീവചരിത്രം എഴുതണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും സംഭവിച്ചു കണ്ടില്ല. ഒരുപക്ഷെ ചട്ടമ്പി സ്വാമികളുടെ ഉദാസീനതയും അതിൽ പ്രവർത്തിച്ചിരിക്കാം. നീലാണ്ട തീർത്ഥപാദര് അതിനെക്കുറിച്ച് പറയുന്നത് പരബ്രഹ്മത്തിന്റെ ജീവചരിത്രം എഴുതുകയോ എന്നാണ് അതിശയപൂർവ്വം അദ്ദേഹം ചോദിച്ചത്. പക്ഷെ പിൻകാലത്ത് ഉണ്ടായിട്ടുള്ള വലിയ ശ്രമങ്ങൾ, ഏറ്റവും വലിയ ശ്രമമാണ് 2010 ഉണ്ടായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ ഇന്റലക്ച്വൽ ബയോഗ്രഫി. അത് ആർ രാമൻ നായരും സുലാൻ ടീച്ചറും ചേർന്ന് എഴുതിയ പുസ്തകമാണ്. അതിന് ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ ഉള്ളത് പ്രധാനമായിട്ട് മലയാളം വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നിരവധി ഗ്രന്ഥങ്ങൾ, ഉണ്ണികൃഷ്ണ സാറിന്റെ നിരവധി കൃതികൾ, പിന്നെ വിമൽ കുമാറിന്റെ പുസ്തകം, പിന്നെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ പിൻകാലത്ത് വരികയാണ്. ആധികാരികമായ അന്വേഷണങ്ങൾ ശ്രീനാഥൻ സാറിന്റെ ചട്ടമ്പി സ്വാമികളുടെ ജ്ഞാനനവോത്ഥാനം എന്ന് പറയുന്ന പുസ്തകം തീർച്ചയായും ഏറ്റവും വലിയ ആധുനികമായ ഭാഷാശാസ്ത്ര കാഴ്ചപ്പാടിലും പിന്നെ സംസ്കാര പഠനത്തിന്റെ കാഴ്ചപ്പാടിലും രൂപപ്പെട്ടുള്ള ഒരു പുസ്തകമാണ്. അത് ഒരു അക്കാഡമിക് ഗവേഷണത്തിന് ഏറ്റവും ഉപയുക്തമായ ഒരു പുസ്തകമാണ് ശ്രീനാരായണ സാറിന്റെ ചട്ടമ്പി സ്വാമികളുടെ ജ്ഞാനനവോത്ഥാനം പുസ്തകം. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ക്രമണീയതയുടെ അടിസ്ഥാനത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ഇങ്ങനെ ഒരു 12 സംഭവങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു പുതിയ കാഴ്ചപ്പാടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഇതിനേക്കാൾ വലിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ അവ്യക്തമായ രൂപത്തിലാണ് പല ജീവചരിത്രങ്ങളിലും കാണുന്നത്. ഉദാഹരണത്തിന് അദ്വൈത സഭ പള്ളിയിൽ നിന്നുണ്ടാകുന്നുണ്ട് 1907. അത് അവിടെ ഈ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും അയ്യങ്കാളിയുടെയും വാഗ്ഭടാനന്ദന്റെയും ഒക്കെ സംഭാവനകൾ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട പണ്ഡിത സഭയായിരുന്നു. പക്ഷെ അതിൻ്റെതായ പ്രവർത്തനങ്ങളും പിൻകാലത്ത് ഇല്ലാതായി. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഈ 12 സംഭവങ്ങൾ, ഈ 12ാമത്തെ കാര്യമാണ് വിവേകാനന്ദ വിദ്യാധിരാജ സമാഗമം. 1892 ഡിസംബർ 4-ാം തീയതിയാണ് ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദ സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം, ചട്ടമ്പി സ്വാമികളോട് വിവേകാനന്ദ സ്വാമികൾ ചിന്മുദ്രയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് വളരെ കാര്യമാത്ര പ്രസക്തമായ മറുപടി നൽകുകയും അത് അദ്ദേഹം സ്വീകരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡയറി കൃത്യമായി ചട്ടമ്പി സ്വാമികളെ കുറിച്ച് റിമാർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മലബാറിൽ അസാധാരണനായ ഒരു മനുഷ്യനെ കണ്ടു എന്നുള്ളതാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പോയി ഈ സംശയം പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെയും കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് എനിക്കത് കിട്ടിയത് എന്ന് വിവേകാനന്ദ സ്വാമികൾ എഴുതിയിട്ടുണ്ട്. കാര്യം കേരളത്തെ ഒരു പ്രാന്തശാല അല്ലെങ്കിൽ പ്രാന്താലയം എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രാന്തശാലയിലാണ് ഒരു റിമാർക്കബിൾ മാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അസാധാരണനായിട്ടുള്ള ഒരു മനുഷ്യനെ വിവേകാനന്ദ സ്വാമികൾ കണ്ടത്. ഇത് ഈ 12 കാര്യങ്ങൾ എടുത്ത് വിശാലമായിട്ട് ഒന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചാൽ ചട്ടമ്പി സ്വാമിയുടെ ജീവചരിത്രം നമുക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്നുള്ളത് സാമൂഹിക ജീവചരിത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം വ്യക്തിഗതമായ സ്ഥാപനവൽക്കരണത്തിന് വിധേയപ്പെട്ടില്ല. അദ്ദേഹം സ്ഥാപന നിർമ്മാണവുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പരിപൂർണ സ്വതന്ത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായവും വളരെ പ്രധാനപ്പെട്ടാണ്. ശരി തെളിക്കുന്ന സമ്പ്രദായം എന്നാണ് ചട്ടമ്പി സ്വാമികൾ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത്. വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. കാര്യം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദകനുമായി ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ യുക്തിവാദി എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആ ബ്രഹ്മാനന്ദ ശിവയോഗി ആ കാലഘട്ടത്തിൽ മോക്ഷപ്രദീപം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. മോക്ഷപ്രതീകം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന പശ്ചാത്തലം നമുക്കറിയാം. നാരായണ ഗുരുദേവന്റെയും സദാനന്ദ സ്വാമികളുടെയും ഒക്കെ വിഗ്രഹ പ്രതിഷ്ഠകളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രൂക്ഷമായി ആക്ഷേപിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ പക്ഷെ അദ്ദേഹം വളരെ ബൗദ്ധികമായ തലത്തിലാണ് ബ്രഹ്മാനന്ദ ശിവയുടെ പ്രവർത്തനം. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ അക്കാലത്ത് ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആ പുസ്തകങ്ങൾക്ക് ഒരു മറുപടി എന്ന രീതിയിൽ ഉണ്ടായ ഒരു പുസ്തകമാണ് ചട്ടമ്പി സ്വാമിയുടെ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത്. ആ പുസ്തകം 1915 എഴുതി തീർത്തപ്പോൾ ഈ ബ്രഹ്മാനന്ദ ശിവയുടെ ശിഷ്യന്മാർ ചട്ടമ്പി സ്വാമിക്ക് ഒരു കത്തെഴുതി, അങ്ങ് വിവേകാനന്ദ സ്വാമികളെ പോലെ ജ്ഞാനയോഗിയും കർമ്മയോഗിയും ഭക്തിയോഗിയും രാജയോഗിയുമാകുന്നു. അപ്പൊ അങ്ങ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് പുറപ്പെട്ടതായിട്ട് അറിയുന്നു, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്ന ഒരു കത്തായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സ്വാമികൾ മറുപടി എഴുതിയതിൽ ആണ് ഈ പറയുന്ന ശരി തെളിക്കുന്ന സമ്പ്രദായം എന്ന മട്ടിൽ
അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകുന്നുണ്ട്. കാര്യം ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ മോക്ഷപ്രതീകത്തെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം നൽകുന്നത്? കാര്യം ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുന്നതിന് വേണ്ടി അല്പം തെറ്റായിട്ട് നമ്മളൊരു സംവാദ രൂപത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ തർക്കത്തിന്റെ ഒരു സ്വഭാവത്തിൽ ഏർപ്പെട്ടിട്ട് അങ്ങനെ അവർക്കുണ്ടാകുന്ന സംശയങ്ങളെ മുഴുവൻ ഹരിച്ച് ഇല്ലാതാക്കിയിട്ട് ആ അറിവ്, സൂക്ഷ്മമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ പരിപൂർണം ഇനി ഒരിക്കലും തെറ്റാത്ത വണ്ണം അറിവ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഇങ്ങനെ ഒരു വിമർശന പദ്ധതി ഞാൻ മോക്ഷപ്രദീപത്തിൽ ഈ ഈ ഈ ഈ പുസ്തകത്തിൽ മോക്ഷപ്രദീപ ഖണ്ഡനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. അത് ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിൽ ഏത് പുസ്തകം എടുത്ത് ഏത് നിരൂപണങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, മോക്ഷപ്രദീപ ഖണ്ഡനമായാലും ക്രിസ്തുമത നിരൂപണമായാലും പിന്നെ അതുപോലെ ഉള്ള നിരൂപണ ഗ്രന്ഥങ്ങൾ, ചട്ടമ്പി സ്വാമിയുടെ നിരൂപണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാര്യം മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഉണ്ടായിട്ടുള്ള സാംസ്കാരിക വിമർശന ചരിത്രം എഴുതുക എന്നുണ്ടെങ്കിൽ ആദ്യം പരാമർശിക്കപ്പെടുന്ന വ്യക്തി ചട്ടമ്പി സ്വാമികൾ തന്നെ ആയിരിക്കും. കാര്യം ചരിത്രത്തെ ഒരു യുക്തി വിചാരണത്തിന്റെ ഭാഷയിൽ, യുക്തി വിചാരണയുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ വിശദീകരിച്ച ചട്ടമ്പി സ്വാമികൾ മാത്രമായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ശൈലി, അങ്ങനെ ഒരു വിമർശനത്തിന്റെ അവബോധമുള്ള ഒരു ശൈലിയോ ഒന്നും മറ്റൊരു എഴുത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അത് ചട്ടമ്പി സ്വാമികൾ എഴുതപ്പെട്ട തർക്കശാസ്ത്ര ഗ്രന്ഥവും നമുക്ക് കിട്ടിയിട്ടില്ല. അന്നം ഭട്ടീയത്തിന് ഏറ്റവും ലളിതമായ വ്യാഖ്യാനം ചട്ടമ്പി സ്വാമികൾ എഴുതിയിരുന്നു. പക്ഷെ നമുക്ക് അത് നഷ്ടപ്പെട്ടു പോയി. ചട്ടമ്പി സ്വാമികൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എഴുതപ്പെട്ട ായിട്ടുള്ള പുസ്തകങ്ങൾ വഴിയാണ് ചട്ടമ്പി സ്വാമികൾ എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം ശരി തെളിക്കുന്ന സമ്പ്രദായം എന്താണ് എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണ് എന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ ഈ ചട്ടമ്പി സ്വാമികളുടെ വിമർശന പദ്ധതികൾ പരിശോധിച്ചാൽ മതി. അദ്ദേഹം സംവാദകനായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാന് അഹിംസയുടെ ഇത്രത്തോളം വലിയ ഒരു പ്രവാചകനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഭാഷയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബൗദ്ധിക ഹിംസ നടത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ക്രിസ്തുമത ഖണ്ഡനം എഴുതിയെന്നുള്ള ശരിയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ ക്രിസ്തുമത ഖണ്ഡനം ഞാൻ എഴുതിയത് ഒരു വിഷയത്തിന്റെ ശരി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് പൊളിച്ചു നോക്കണം. അത് ഞാൻ പുറത്തുനിന്നുള്ള ഒരു ഉപാദാന പ്രമാണങ്ങളും വെച്ചിട്ടല്ല, അതിനകത്ത് തന്നെയുള്ള പരസ്പര വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യേശുദേവനെ കുറിച്ച് പറയുന്നത് പരമജ്ഞാനിയും മഹായോഗിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ എല്ലാം തന്നെ കാരുണ്യത്തിന്റെയും അല്ലെ സ്നേഹത്തിന്റെയും ഭാഷയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്നേഹയോഗം എന്ന ഒരു പദ്ധതി ഈ ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു 5ാമത്തെ യോഗമാണ് എന്ന് പ്രൊഫസർ എ വി ശങ്കരൻ മാഷ് എഴുതിയത്. അപ്പോൾ ഇത് പുതിയ കാഴ്ചപ്പാടിൽ കാണാവുന്ന ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. സ്നേഹയോഗം, പിന്നെ അതേ ആരോഗ്യ പദ്ധതി, 15 ഉപദേശം, ഗ്രാമസൗഹൃദശാല, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ 2000-ന് ശേഷമാണ് പ്രധാനമായും ചട്ടമ്പി സ്വാമികളുടെ ദർശനത്തെ പുതിയ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ഗവേഷകന്മാരും അല്ല പഠിതാക്കളും ഒക്കെ എഴുതി. ചട്ടമ്പി സ്വാമിക്ക് എതിരെ ഉള്ള വിമർശനങ്ങളും വന്നിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി പഠനങ്ങൾ എന്ന പുസ്തകത്തിനകത്ത് യാതൊരു പക്ഷപാതവും ഇല്ലാതെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ സാറ് അതും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ടി ശ്രീകുമാറിനെ പോലുള്ള വിമർശകന്മാർ, നിരൂപകന്മാർ ചട്ടമ്പി സ്വാമി ദർശനത്തെ പല രീതിയിൽ വിമർശനത്തിനും, ചട്ടമ്പി സ്വാമികൾ ആരും ഒരു മഹാത്മാവ് വിമർശനത്തിന് അതീതരല്ല എന്നുള്ളതാണ് സത്യം. ചട്ടമ്പി സ്വാമികൾക്കും അത് പരിപൂർണമായി സ്വീകാര്യമായി എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എഴുതുന്ന കൃതികളെ ആരെങ്കിലും നിന്ദിക്കുകയാണെങ്കിൽ ഞാനത് വന്ദനപൂർവ്വം സ്വീകരിച്ചു കൊള്ളുന്നു എന്നാണ് ചട്ടമ്പി സ്വാമികൾ എഴുതിയത്. അദ്ദേഹം അതിനെതിരെ പടപ്പുറപ്പാട് നടത്തിയിട്ടില്ല. അഥവാ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയ ചില പരസ്പര വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഉള്ള ഒരു ബൗദ്ധിക ശേഷി നമുക്ക് നൽകി എന്നുള്ളതാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ സംഭാവന. അത് പരിപൂർണ സ്വാതന്ത്ര്യമുള്ളവർക്ക് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഒറ്റയന്മാർക്ക് പറ്റുകയുള്ളൂ. ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പട്ടും വളയും തന്ന് പല്ലും നഖവും പിടിച്ചെടുക്കുന്ന ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ചട്ടമ്പി സ്വാമികൾക്ക് സ്വീകാര്യനായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഒരു പട്ടേടിപ്പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രീതിയിൽ ഉള്ള ഒരു പരിപൂർണ ദർശനത്തെ ഉൾക്കൊള്ളണമെങ്കിൽ കൃത്യമായി നമുക്ക് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ, വിമർശന ബുദ്ധിയോടുകൂടി തന്നെ, അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറം നിൽക്കുന്നതായിട്ടുള്ള ഒരു സമത്വ ബോധത്തിൽ നിന്ന് കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ ഉള്ള ഒരു ചട്ടമ്പി സ്വാമി ഗ്രന്ഥങ്ങളെ വിമർശിക്കാനോ അല്ലെങ്കിൽ പുകഴ്ത്താനോ ഒക്കെ സാധിക്കുകയുള്ളൂ. വേദാധികാര നിരൂപണത്തിനോ പ്രാചീന മലയാളം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ശക്തമായിട്ടുള്ള നിരൂപണങ്ങൾ, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പ്രാചീന മലയാളം എന്ന് പറയുന്ന പുസ്തകം പ്രാചീന നാഗന്മാരെ കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പം നമുക്കറിയാം നാഗൻ എന്ന് പറയുന്നത് ചേരൻ എന്ന വാക്കിന്റെ സംസ്കൃതീകരണമാണ്. ഈ പ്രാചീനരായിട്ടുള്ള നാഗന്മാർ എന്ന് പറഞ്ഞ നായർ സമുദായം മാത്രമല്ല, ഇന്നത്തെ അധസ്ഥിതരെന്നും ദളിതരെന്നും അല്ലെങ്കിൽ സദാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ താഴ്ത്തപ്പെട്ട ജാതിക്കാരെന്ന് പറയുന്ന എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന പഴയ ചേരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ 6 ഭാഗങ്ങളിലായിട്ട് ഈ പ്രാചീന മലയാളം എന്ന പുസ്തകം രചിച്ചത്. സത്യത്തിൽ പ്രാചീന മലയാളം എന്ന പുസ്തകം എന്നായിരുന്നില്ല അതിന്റെ പേര്, ജാതി ഭേദ നിരൂപണം എന്നായിരുന്നു. ഒന്നാമത്തെ ഭാഗം പറയുന്ന ബ്രാഹ്മണരുടെ അവാന്തര വിഭാഗങ്ങളെ കുറിച്ചും, രണ്ടാമത് നായർ സമുദായത്തിന്റെയും, അടുത്തത് മറ്റ് ജാതി വിഭാഗങ്ങളെ കുറിച്ചുള്ളതായിരിക്കണം. പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല, അത് നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചട്ടമ്പി സ്വാമികളുടെ അന്നത്തെ നിരൂപണ പദ്ധതി, നമ്മുടെ നിരൂപണ പദ്ധതി അന്ന് രൂപപ്പെട്ടില്ലെന്ന് ഓർക്കണം. പിൻകാലത്താണ് സാഹിത്യ നിരൂപണം എന്ന രീതിയിലേക്കൊക്കെ വരുന്നത്. ഒരു നമ്മൾ ഈ സാംസ്കാരിക നിരൂപണം എന്ന് പറയുന്ന രീതിയിൽ ചട്ടമ്പി സ്വാമികളുടെ എഴുത്തിന് തുല്യമായ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമാന മാതൃകകൾ ഒന്നും കണ്ടുകിട്ടാനില്ല. ആ രീതിയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ബൗദ്ധിക പ്രഭാവം നമ്മൾ മനസ്സിലാക്കണം. ചട്ടമ്പി സ്വാമികളെ വിമർശിക്കാം, ചട്ടമ്പി സ്വാമികളെ നിരൂപിക്കാം, ചട്ടമ്പി സ്വാമികളെ ഏതെങ്കിലും ജാതിയുടെ മതത്തിന്റെ ഭാഗമാക്കി കാണാം. പക്ഷെ അന്ന് ശരിയെന്ന് തോന്നുന്ന കാര്യം ആ കാലഘട്ടത്തിന്റെ ശരിയനുസരിച്ച് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. അന്ന് രാജാവിനെ ഒക്കെ ധിക്കരിച്ചുകൊണ്ടാണ് അത് വേദാധികാര നിരൂപണം എഴുതിയത്. കാര്യം ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നിട്ടുള്ള പൗരോഹിത്യം, ഒരിക്കലും ബ്രാഹ്മണ ജാതി എന്ന് ഒരിക്കലും പറയരുത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നു. പ്രധാന പൗരോഹിത്യം, അത് ഏത് മതത്തിലായാലും പൗരോഹിത്യത്തിന് ഉള്ളത് അധികാരത്തിന്റെ ഭാഷയാണ്. അങ്ങനെ ഈ പ്രധാനമായിട്ട് പൗരോഹിത്യത്തെ, അധികാര പൗരോഹിത്യത്തെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വേദാധികാര നിരൂപണം എഴുതിയത്. അതേപോലെ തന്നെ ബ്രാഹ്മണ വിമർശനവും ഈ ബ്രാഹ്മണാധികാര വിമർശനം, ബ്രാഹ്മണ മതത്തിന്റെ പേരിലുള്ള പുരോഹിതന്മാർ നടത്തിയിട്ടുള്ള അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പിന്നെ പ്രധാനപ്പെട്ട കെട്ടുകഥകളെയും ഒക്കെ നിലംപരിശാക്കിക്കൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും പോലുള്ള പുസ്തകങ്ങൾ എഴുതുന്നത്. അവിടെയും അധികാര വിമർശനമായി. ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെയോ ഒരു പ്രത്യേക വ്യക്തിയെയോ ഒന്നും ഒരു തരം താഴ്ത്താനുള്ള വിമർശനമായിരുന്നില്ല എന്ന് വളരെ സൂക്ഷ്മമായിട്ട് ആ പുസ്തകങ്ങൾ വിളക്ക് വെച്ച് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ചട്ടമ്പി സ്വാമികളുടെ വിമർശന പദ്ധതിക്ക് പുതിയ കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ടാകുന്നതും ഇപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള പുതിയ പുതിയ ദർശനങ്ങൾ ഇനിയും ഒരുപാട് അദ്ദേഹത്തിന്റെ വിമർശന പദ്ധതികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. സംസ്കാര പഠനം എന്ന് പറയുന്നത് വളരെ വിപുലമായി വരികയാണ്. ചട്ടമ്പി സ്വാമികളുടെ വളരെ വൈവിധ്യമാർന്ന പഠന മേഖലകൾ, ഇപ്പൊ അദ്ദേഹത്തിന്റെ പഠന മേഖലകൾ വളരെ വൈവിധ്യമാണ്. എല്ലാ മേഖലകളിലും തൊട്ട ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഈ ബഹുസ്വരതയുടെ ഈ കാലഘട്ടത്തിൽ ചട്ടമ്പി സ്വാമികളെ നമുക്ക് എവിടെയും കൊണ്ട് കൂട്ടിച്ചേർക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പഠന പദ്ധതികളിൽ അത് പരിപൂർണമായിട്ടും ഉണ്ട്. ആരോഗ്യരംഗത്തായാലും, അദ്ദേഹത്തിന്റെ സംസ്കാര പഠന രംഗത്തായാലും, അദ്ദേഹത്തിന്റെ ചരിത്ര പഠന രംഗത്തായാലും, സംസ്കാര പഠന രംഗത്തായാലും, ഇങ്ങനെ നിരവധി ആധ്യാത്മിക രംഗത്തായാലും വളരെ സ്വതന്ത്രമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിരുന്നു. ഒരിക്കൽ തീർത്ഥവാദ പരമഹംസര് അദ്ദേഹത്തിന്റെ വീട്ടില് ഇങ്ങനെ ഒളിച്ചു താമസിക്കുകയാണ്, പുറത്തോട്ടിറങ്ങുന്നില്ല. ചട്ടമ്പി സ്വാമികളൊന്ന് പറയുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത് ഒളിവിൽ വെളിവായിരിക്കേണ്ടതല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? ഒളിവും വെളിവും ഉണ്ടോ? വിചാരശീലന്മാർക്ക് എന്താണ് ഒളിവും വെളിവും? എല്ലാം ഒന്നല്ലേ? അപ്പൊ ഈ വിചാരശീലന്മാര് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചട്ടമ്പി സ്വാമികൾ ഈ തീർത്ഥവാദരോട് ചോദിക്കുന്നത്. അപ്പൊ രണ്ടും ഒന്നാണ്, ഒളിഞ്ഞിരിക്കുന്നതും കൊള്ളാം, വെളിയിലിരിക്കുന്നതും കൊള്ളാം. അപ്പൊ അതിനകത്ത് എന്ത് വ്യത്യാസമാണ്? അപ്പൊ അങ്ങനെ ഉള്ള വിഷാദത്തിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ചട്ടമ്പി സ്വാമികൾ അവിടെ ആ സമയത്ത് തീർത്ഥവാദ പരമഹംസർക്ക് കൃത്യമായ ജീവിതത്തെക്കുറിച്ച് ഒരു ഉപദേശം കൊടുക്കുന്നു. ഇതേ ചർച്ച പിൻകാലത്ത് നീലകണ്ഠ തീർത്ഥവാദനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിനുള്ള ചോദ്യം ഇതാണ്: ഒരാള് മോക്ഷം പ്രാപിക്കുന്നത് ഏറ്റവും മഹത്വം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഒരാൾ അങ്ങനെ കാട്ടിപ്പോയിട്ട് തപോവനത്തിൽ ചെന്നിരുന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഒരു ആളുകളുമായിട്ട് ബന്ധമൊന്നുമില്ലാതെ സമാധി അടയുന്നതാണോ നല്ലത്, അതോ സമൂഹത്തിൽ ഇറങ്ങി പരസേവനം ചെയ്തിട്ട് മോക്ഷം പ്രാപിക്കുന്നതാണോ ശരി എന്ന് ചോദിക്കുമ്പോൾ ചട്ടമ്പി സ്വാമികൾ പറയുന്നത് ഒരു മറുപടി, ആദ്യം പറഞ്ഞത് ഏത് മന്ദനും പറ്റും, ഈ രണ്ടാമത് പറഞ്ഞത് ഗംഭീര ആശയന്മാർക്ക് മാത്രമേ കഴിയൂ. ചട്ടമ്പി സ്വാമികളുടെ ഏത് പക്ഷമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സാമൂഹിക പക്ഷമായിരുന്നു, സേവനത്തിന്റെ പക്ഷമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അടിമുടി പരിശോധിച്ചാലും അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ചട്ടമ്പി സ്വാമികളെ 1915 കുറെ പ്രമാണിമാർ സമീപിച്ചപ്പോൾ
ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് ഒരു സമുദായത്തിന്റെ ആചാര്യനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, താഴെ ഇരുന്ന് കഴിഞ്ഞാൽ വീഴത്തില്ലല്ലോ എന്ന്. അപ്പൊ താഴെ ഇരുന്നിട്ടാ പറയുന്നത്. അദ്ദേഹം പായലിരിക്കുകയായിരുന്നു. അപ്പൊ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വീഴത്തില്ലല്ലോ എന്നാണ്. അപ്പൊ ഞാൻ എല്ലാവരുടെയും ദാസനാണ്, എനിക്ക് ആരുടെയും ആചാര്യനാകണം. ആചാര്യനായി കഴിഞ്ഞാൽ അധികാര സ്വഭാവം വരും. അധികാര സ്വഭാവം പിന്നീട് അത് പലരും പകർത്തും. അങ്ങനെ അധികാരത്തിന്റെ ഇതായിട്ടുള്ള ഒരു വ്യവസ്ഥ വീണ്ടും രൂപപ്പെടും. അങ്ങനെ സന്യാസത്തിന് ഗുരുശിഷ്യ ബന്ധത്തിൽ പോലും അധികാരമില്ല എന്ന് സ്വാമികൾ സമർത്ഥിച്ചിരുന്നു. അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഗുരുവും ശിഷ്യനും ഇല്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഗുരുവായ ശിഷ്യനായിട്ടൊക്കെ മാറുന്നവർ പിൻകാലത്ത് തീർച്ചയായിട്ടും തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള പരിപൂർണമായ കലാനിധി അല്ലെങ്കിൽ സമവാദിയായിട്ടുള്ള ചട്ടമ്പി സ്വാമികളെ ഏറ്റവും പുതിയ കാഴ്ചപ്പാടിലും കാഴ്ചകളിലും ഒക്കെ കാണാൻ കഴിയുന്നു. ഇനിയും പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഈ വിഷയങ്ങളിൽ ഉണ്ടായി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഉള്ള വിലപിടിപ്പുള്ള ഇടുവയ്പ്പുകൾ അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നിവർത്തി വായിക്കുക, വിശാലമായി പഠിക്കുക എന്നുള്ളതാണ് ഈ എന്നെ പോലുള്ള അല്പബുദ്ധികളുടെ ധർമ്മം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്വാമികളെ കുറിച്ച് പഠിക്കുമ്പോഴോ നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുമ്പോഴോ ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒന്നും പ്രത്യേകിച്ച് നമുക്കൊന്നും അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു സാമൂഹിക സേവനത്തിന്റെ ബോധത്തിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയുന്നത് ഒരു കൂട്ടം ആളുകളുടെ അധ്വാനം കൊണ്ടാണ്. ഇങ്ങനെ ഒരുമിച്ച് ഒരുപോലെ ഇത് സംസാരിക്കാനും ചർച്ച ചെയ്യാനും കഴിയും. അതിന്റെ പിന്നിൽ അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് മഹാത്മാക്കളുടെ ആയിട്ടുള്ള കണ്ണീരും വിയർപ്പും ചോരയും വീണിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ വീണ്ടും പ്രസക്തമായിട്ട് വരേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയുമാണ് എനിക്ക് ഈ പുതിയ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. എന്റെ പരിമിതികൾ എന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും. വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു മാഷെ, ഒത്തിരി സന്തോഷം. ഇതുവരെ നമ്മൾ അങ്ങനെ ചട്ടമ്പി സ്വാമിയുടെ വർത്തമാനങ്ങളിലൊന്നും പരിചയിക്കാത്ത ഇപ്പോ ഗ്രാമ സൗഹൃദശാലകൾ, സ്നേഹയോഗം, അതുപോലെ ഹരിനാമ കീർത്തന രഹസ്യം, ഇതൊക്കെ ഒരു സാധാരണ ചട്ടമ്പി സ്വാമി പഠിതാവിനെ സംബന്ധിച്ച് പുതിയ വിഷയങ്ങളായിട്ടാണ് തോന്നിയത്. അതുപോലെ മാഷ് 15 ഉപദേശങ്ങളെ കുറിച്ച് പറഞ്ഞത് ആരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാം പുതുമയുള്ള നമ്മുടെ തലക്കെട്ടിനോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളാണ് മാഷ് അവതരിപ്പിച്ചത്. അതുപോലെ ഈ 12 കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ആഴത്തിലുള്ള പഠനത്തിന് സാധ്യത തുറന്നിടുന്ന ഒരാശയം കൂടിയായിരുന്നു. അതോടൊപ്പം ഈ 12 കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ നമുക്ക് ഈ കൾച്ചറൽ സ്റ്റഡീസിന്റെ മെത്തഡോളജി വെച്ചുകൊണ്ട് തന്നെ പഠിക്കാനും ചട്ടമ്പി സ്വാമികളെ വളരെ കൃത്യമായിട്ട് പുനരവതരിപ്പിക്കാനും സാധിക്കുന്ന ഒത്തിരി പഠന സാധ്യതകളുടെ ഒരു അവതരണമായിരുന്നു മാഷ് ചെയ്തത്. സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. കാരണം ചട്ടമ്പി സ്വാമികളെ സ്ഥിരമായിട്ട് പിന്തുടരുന്ന കുറെ പേരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ചർച്ചയ്ക്ക് ഉള്ള ഒരു സമയമാണ്. ചർച്ചയ്ക്ക് വേണ്ടി സെഷൻ തുറന്നിടുന്നു. ഒരു കാര്യം, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഈ 5 സെഷന്റെയും ഒരു ഫീഡ്ബാക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് സബ്മിറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ ഫീഡ്ബാക്ക് ലിങ്ക് സബ്മിറ്റ് ചെയ്യുന്നവർക്ക് അതിൽ നൽകുന്ന മെയിൽ ID-യിലേക്ക് ഈ പരമ്പരയുടെ സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. അച്ഛാ നമസ്കാരം. ഹലോ. നമസ്തേ. ഞാൻ ചർച്ച തുടങ്ങാൻ വേണ്ടിയിട്ടൊന്ന്, ഞാൻ ആദ്യ ദിവസം ഒരു സംശയം എന്നുള്ള നിലയ്ക്ക് ചോദിച്ചിരുന്നു. ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒരു ആ കാലത്ത് നിലനിന്നിരുന്ന 2 വ്യത്യസ്ത മാർഗങ്ങളായിരുന്നല്ലോ രണ്ടുപേര് സ്വീകരിച്ചിരുന്നത്.
അതെ ഒരാളൊരു വിജ്ഞാനത്തിലൂന്നിയ സിദ്ധാന്ത പദ്ധതികളിലൂടെ പോയി, ഒരാൾ ഒരു കുറച്ചും കൂടിയും ഒരു പ്രാക്ടിക്കലായിട്ട് പൊതുജനങ്ങളോട് സോഷ്യലി വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ അത്തരത്തിൽ ഇപ്പം ഇന്നാണ് ഞാൻ അങ്ങനെ ഒരു പുതിയ ഒരു ആശയം, അദ്ദേഹവും അത്തരത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു പ്രവർത്തന പദ്ധതി മുന്നോട്ട് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അതായത് ശ്രീനാരായണ ഗുരു എങ്ങനെയാണോ ഒരു സംഘടന രൂപീകരിച്ച് അതിലൂടെ കുറച്ചും കൂടിയും അക്കാലത്ത് കുറച്ചും കൂടി ജനകീയൻ എന്നുള്ള നിലയിലേക്ക് ഉയർന്നത്, അതുപോലെ ചട്ടമ്പി സ്വാമികളും അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഒരു സംശയം. അതാണ് എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ യോഗയും അല്ലെങ്കിൽ ആയുർവേദ ചിന്താ പദ്ധതികളും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശിഷ്യ പരമ്പര ഉണ്ടോ എന്നതുകൂടി ഒരു സംശയമാണ്. വളരെ നല്ല ചോദ്യമാണ്. അത് പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു ചോദ്യം കൂടാണിത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു നിഗമനമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ചട്ടമ്പി സ്വാമികൾ ജീവിച്ച ഒരു സാഹചര്യം, ഒരു സാമുദായികമായ ഒരു സാഹചര്യവും പിന്നുള്ള നാരായണ ഗുരുദേവൻ്റെതായ സാമൂഹിക സാഹചര്യവും വ്യത്യസ്തമായിരുന്നു. അപ്പം അത് അതൊരു വലിയ ഗുരുവിന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ കൈപ്പിടിച്ച് താഴേക്ക് വീണുപോയ ഒരു സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തേണ്ടെന്ന ഒരു ബാധ്യത അങ്ങനെ വന്ന് ജനിച്ച ഒരാൾക്കുണ്ടാവും. കാരണം അങ്ങനെ അത്രയും ദുർബലരായി നിൽക്കുന്ന ഒരു സമൂഹം എന്ന് സാമൂഹികമായിട്ടും ഗവൺമെന്റിന്റെ തലത്തിലും ഒക്കെ അങ്ങനെ ചാപ്പ കുത്തുന്ന ഒരു വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു നാരായണ ഗുരു വന്നു ജനിച്ച സമുദായത്തിന്. ചട്ടമ്പി സ്വാമികൾ വന്നു ജനിച്ച സമുദായത്തിന് അങ്ങനെ അത്ര ദുർബലനാണ് എന്നൊരു ബോധം അന്നുണ്ടായിട്ടില്ല. ദുർബലരായിട്ട് ആണ് ബോധം ഉണ്ടാകുമ്പോൾ ഒരു ആശ്രയബോധം വരും. പിന്നെ മാത്രമല്ല, അന്ന് ഈ പറയുന്ന ചട്ടമ്പി സ്വാമികൾ ജനിച്ച സമൂഹത്തിൽ പ്രധാനമായിട്ടും ധാരാളം സന്യാസിമാരും അല്ലെങ്കിൽ യോഗികളും അങ്ങനെ ഉള്ള ഒരു ഓരോ കുടുംബത്തിൽ തന്നെ ഉണ്ടായി. പക്ഷെ ഉള്ള ഒരു സമൂഹത്തിൽ, അതായത് നാരായണ ഗുരുദേവൻ വന്ന് ജനിച്ച സമുദായത്തിൽ അങ്ങനെ ഒരാൾ ഇത്രത്തോളം ശക്തിയായിട്ട് അങ്ങനെ ഒരു സാമൂഹിക ആവശ്യത്തിന് വേണ്ടി ഇത് ആവശ്യമാണ് എന്ന രീതിയിൽ അദ്ദേഹം സംഘടന പോലും ഉണ്ടാക്കുന്നു. സമുദായ സംഘടന എന്ന് പറഞ്ഞാലും അതൊരാവശ്യമായിരുന്നു. ഇപ്പൊ നാരായണ ഗുരുവിനെ അങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഗുരു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് തെറ്റ്? ഗുരു അല്ലാതെ ആര് ചെയ്യുമായിരുന്നു അത്? അദ്ദേഹം പിന്നീട് അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നത് ആവശ്യമായിരുന്നു, അന്ന് ചെയ്തു. ഓരോ കാലഘട്ടത്തിന് ആവശ്യമായതാണ് മഹാത്മാക്കൾ ചെയ്യുന്നത്. അത് നമ്മൾ ശരിയും തെറ്റും നമ്മുടെ കാഴ്ചപ്പാടിൽ പിൻകാലത്ത് 100 വർഷം കഴിഞ്ഞ് വിലയിരുത്തുമ്പോൾ അത് തെറ്റായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ചില ആൾ ശരിയായിട്ട് തോന്നും. അത് പ്രസക്തമല്ല. കാര്യം ഗുരുദേവനെ പോലുള്ള ഒരാൾ വന്ന് അത് അങ്ങനെ ചെയ്തു, അത് ആവശ്യമായിരുന്നു. ചട്ടമ്പി സ്വാമികൾ അത്രത്തോളം സാമൂഹികമായിട്ടുള്ള വിഷയത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് സ്വാമിയുടെ കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ അത്രത്തോളം ഞങ്ങൾക്ക് ക്ഷീണമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരിക്കലും സ്വാമിക്ക് പോയി മറ്റൊരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, നാരായണ ഗുരുവിന്റെ അടുത്ത് തന്നെ ചോദ്യം വന്നിട്ടുണ്ട്, ഇതെന്താണ് അങ്ങനെ ഒരു സംഘടന? അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഞാൻ വേണമെങ്കിൽ പള്ളികൾ സ്ഥാപിക്കുമായിരുന്നു, പക്ഷെ എന്നെ ആരും ക്ഷണിച്ചില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരെ മാത്രമേ അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റൂ. അദ്ദേഹത്തിന് ദൂരെ നിൽക്കുന്നവരെ, അദ്ദേഹത്തെ ചെറുതായി കാണുന്നവരെ അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റില്ല. അദ്ദേഹം അതുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ ധർമ്മം അദ്ദേഹം നിർവഹിച്ചു. അതേസമയം ചട്ടമ്പി സ്വാമികൾ ചെയ്തൊരു കാര്യം ജ്ഞാനനവോത്ഥാനം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. അടിക്കല്ലിടുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല, ഉറപ്പുള്ള അടിക്കല്ലിടുക. ഇതിന് പ്രധാനമായിട്ടും അദ്ദേഹം നടത്തുന്ന ചർച്ചയിൽ ചട്ടമ്പി സ്വാമികളും ശിഷ്യന്മാരും പിൻകാലത്ത് നടരാജഗുരുവും നിത്യേതനിധിയും തമ്മിൽ നടത്തുന്ന ചർച്ചയുണ്ട് വേദാധികാര നിരൂപണത്തെ കുറിച്ച്. നിത്യേതനിധി വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച്
കൃത്യമായി പറയുന്നുണ്ട്. ചൈതന്യതയും പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നടരാജഗുരുവാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഇതെഴുതിയ കടലാസുകൾക്ക് തീ പിടിച്ചല്ലോ. ഒരു വേദാധികാര നിരൂപണം എന്ന് പുസ്തകം വേദം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, നിങ്ങളത് മറച്ചു വെച്ചതാണ്. അതുകൊണ്ട് ഈ ഇവിടുത്തെ പുരോഹിതന്മാരെ ഒളിപ്പിച്ചു വെച്ചതിനെ നമുക്ക് പുറത്തു കൊണ്ടുവരണമെന്നാണ് ചട്ടമ്പിസ്വാമികൾ പറയുന്നത്. അതാണ് ചട്ടമ്പിസ്വാമി ചെയ്തത്. അടിക്കല്ലിടുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അതിന്റെ പുറത്ത് നമുക്ക് എല്ലാം കെട്ടിപ്പൊക്കാൻ പറ്റും. അടിക്കല്ലിടുന്നത് നമ്മൾ കാണണമെന്നില്ല. അത് തന്നെയാണ് ചട്ടമ്പിസ്വാമിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം. അടിക്കല്ലുകൾ എപ്പോഴും താഴെ കിടക്കും. അത് ഏത് കല്ലാണോ, കരിങ്കല്ല് വെച്ചാണോ, പാറക്കല്ല് വെച്ചാണോ, മറ്റെന്തെങ്കിലും കല്ല് വെച്ചാണോ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വാമിയും അത്തരം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. സ്വാമി അങ്ങനെ ഒരിക്കലും രംഗത്ത് വരണമെന്നോ, രംഗത്ത് വന്ന് പൊതുവായിട്ട് അങ്ങനെ പ്രസിദ്ധി നേടണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ബോധപൂർവ്വം പ്രവർത്തിക്കണമെന്നോ സ്വാമിയുടെ ആഗ്രഹിച്ചു. സ്വാമി ഒരു അവധൂതനെ പോലെ ജീവിച്ചു എന്നുള്ളത്. പക്ഷെ നാരായണ ഗുരുവിന് അത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മന്നത്ത് പത്മനാഭനും ചട്ടമ്പിസ്വാമിയും തമ്മിൽ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കും. അപ്പൊ തന്നെ ചട്ടമ്പിസ്വാമിയുടെ ദർശനത്തെക്കുറിച്ച് കൃത്യമായി ചട്ടമ്പിസ്വാമിയുടെ എന്താണ് ചട്ടമ്പിസ്വാമിയുടേതായിട്ടുള്ള സാമൂഹിക ബോധം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ അങ്ങ് ചോദിച്ചത് ആരോഗ്യ വിഷയ സംബന്ധമായ ചോദ്യമാണ്. അങ്ങനെ ഒരു ചട്ടമ്പിസ്വാമികളുടെ കുറെ പ്രധാനപ്പെട്ട ചികിത്സകന്മാരായ ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പരമ്പര പോലെ അദ്ദേഹം രൂപപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നവർക്ക് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നുള്ളതെ ഒരു സിസ്റ്റം അദ്ദേഹം അക്കാര്യത്തിൽ ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അറിവുള്ളത്. ഈ ഗുരുവിന്റെ സമീപനത്തെ ചട്ടമ്പിസ്വാമികൾ തന്നെ ഏതോ സമയത്ത് ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ തിരുത്തിയിട്ടുണ്ട് എന്നങ്ങനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇപ്പൊ ക്ഷേത്രപ്രതിഷ്ഠ പോലെയുള്ള കാര്യങ്ങൾ. അല്ല, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചട്ടമ്പിസ്വാമികൾ അങ്ങനെ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അത് പിൻകാലഘട്ടത്തിൽ 1950-കൾക്ക് ശേഷം 60-കൾക്ക് ശേഷം ഉണ്ടായപ്പെട്ട ആയിട്ടുള്ളൊരു വാദമാണത്. ഈ ചട്ടമ്പിസ്വാമികൾ അദ്ദേഹം വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതിന് കൃത്യമായ മറുപടിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹപ്രതിഷ്ഠയ്ക്കെതിരെ ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നിട്ടാണെങ്കിൽ ചട്ടമ്പിസ്വാമി അദ്ദേഹത്തിന്റെ വിഗ്രഹപ്രതിഷ്ഠയെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ടാണ് ചട്ടമ്പിസ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയത്. വിഗ്രഹപ്രതിഷ്ഠ എന്തുകൊണ്ട് ആവശ്യമാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ഒരിക്കലും എതിരായിരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്റെ സമാധി സ്ഥാനത്ത് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ ചട്ടമ്പിസ്വാമികളാണ്, നീലാണ്ട തീർത്ഥവാദിയുടെ സമാധി സ്ഥാനത്ത്. അല്ലാതെ നാരായണ ഗുരുവിനെ അങ്ങനെ വിമർശിച്ചുകൊണ്ട് അങ്ങനെ ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. ഇപ്പം വിഗ്രഹപ്രതിഷ്ഠകളൊക്കെ ആണല്ലോ എന്ന മട്ടിൽ അവര് ഒരുമിച്ച് നടന്ന ആളുകളായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ നിന്നാണ് അങ്ങനെ ചോദ്യം വരുന്നത്. നമ്മൾ ഗൗരവമായിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ബൗദ്ധിക ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ മോക്ഷപ്രദീപ ഖണ്ഡനത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്താണ്? അതെന്തിനു വേണ്ടിയാണ് എഴുതുന്നത്? കാര്യം ശ്രീനാരായണ ഗുരുവിന്റെയും സദാനന്ദ സ്വാമിയുടെയും അടക്കമുള്ള വിഗ്രഹാരാധനയ്ക്കെതിരെ മോക്ഷപ്രദീപം എഴുതപ്പെട്ടപ്പോഴാണ് അതിനെതിരെ ചട്ടമ്പിസ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതുന്നത്. അപ്പൊ അത് അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. സാറേ നമസ്കാരം. നമസ്തേ. സാറേ, നേരത്തെ രാധാകൃഷ്ണൻ സാറ് ചോദിച്ചതിന് പറഞ്ഞ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സംശയം. ഇപ്പൊ ഗുരുവും സ്വാമികളും അപ്പൊ ജീവിച്ച ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, അപ്പൊ അല്ലെങ്കിൽ ഗുരുവിന്റെ ആ ഒരു ജനിച്ച സമുദായത്തിന് പ്രവർത്തിക്കേണ്ട ആവശ്യകത കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള അർത്ഥം. പക്ഷെ അപ്പൊ എൻ്റെ ഒരു ശങ്കയാണ്, ചട്ടമ്പിസ്വാമികൾക്കും എന്ന് പഠിക്കുന്നതിന് അവകാശം അല്ലെങ്കിൽ അധികാരം ഇല്ലാതിരുന്ന ഒരവസ്ഥയാണ്. പിന്നെ സാറ് പറഞ്ഞു ആ സമുദായത്തിൽ വേറെ യോഗികളും സന്യാസികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതാണോ സാറേ? അത് സാർ പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കല്ല. അപ്പൊ ഈ സ്വാമികൾക്ക് അന്ന് അത് മാത്രമാണോ? സ്വാമികൾ തികച്ചും സാർ പറഞ്ഞ ഒരു പോയിന്റ് അവധൂതനായിരുന്നു. അദ്ദേഹം ഒരു ഈ ആത്മീയ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ട് ആശയപ്രചാരണം നടത്തിയത്. ആശയപ്രചാരണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ നീതികേടുകളോട് പൊരുതുന്ന ആയിരുന്നല്ലോ. അപ്പൊ അത് തന്നെയാണോ അദ്ദേഹത്തിന് ഈ ഗുരുവിന്റെ ഇതിൽ നിന്ന്? ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിച്ച സ്വാമികളുടെ സമുദായത്തിലുള്ള ഒരു വലിയ സമൂഹം അന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം ഇപ്പൊ ഗുരുവിന്റെ കൂടെ ഒരു സംഘടന രൂപീകരിച്ചതുപോലെയോ അല്ലെ പിൻപറ്റി ഇല്ലാത്തത് കൊണ്ടല്ലേ ഒരുപക്ഷെ അങ്ങനെ വന്നത്?
അത് ഒരു കാരണം, തീർച്ചയായിട്ടും ഒരു കാരണമാണ്. കാരണം ഈ സ്വത്വബോധം കൂടുന്ന ആളുകൾക്ക് ഒരിക്കലും സംഘടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്വത്വബോധം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരുമിക്കാൻ പറ്റില്ല. ഒരു ആശ്രയബോധം ഏതെങ്കിലും തരത്തിൽ, ഒന്ന് സാമ്പത്തികമായിട്ടൊരു ആശ്രയബോധം, ബൗദ്ധികമായിട്ടൊരു ആശ്രയബോധം, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഒരു മെച്ചം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആശ്രയിച്ചേ കഴിയൂ എന്ന ഉള്ള ഒരു ബോധം വരുമ്പോൾ മാത്രമേ ഒരിക്കലും സംഘടന എന്ന് പറഞ്ഞത് സത്യമായിട്ട് മാറുകയുള്ളൂ. ഇവിടെ ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടുന്ന സമുദായത്തിൽ ഒക്കെ പലതരത്തിലുള്ള സംഘടനാ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ആ കാലഘട്ടത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ചട്ടമ്പി സ്വാമികൾ പോലും ആ സമയത്ത് തീർത്ഥപാദ പരമഹംസർ ഒരു വലിയൊരു സംഘടന ഉണ്ടായിക്കൊണ്ട് വന്നപ്പോൾ സ്വാമികളും ഒക്കെ, ചട്ടമ്പി സ്വാമികൾ പോലും അതിനകത്ത് ഉദാസീനതയാണ് കാണിച്ചത്. ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല. ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് അത് എന്തിനാണ് കാര്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരുമിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ആശ്രയബോധം എപ്പോഴാണോ നമുക്ക് ഉണ്ടാകുന്നത്, എല്ലാ തരത്തിലും ഒരു ആശ്രയബോധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ദുർബലരാണ് ഒന്നിച്ചേ പറ്റൂ എന്നുള്ള ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ മാത്രമേ ആളുകൾ ഒന്നിക്കൂ. എന്തെങ്കിലും പൊതുവായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും അവർ ഒന്നിക്കുന്നത്. അപ്പൊ അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യത്തെ കുറിച്ച് എന്ന് ബോധ്യം വരുന്നോ അപ്പോൾ മാത്രമേ സംഘടനയ്ക്ക് എപ്പോഴും പ്രസക്തമാകൂ. അല്ലെങ്കിൽ പൊതുവായിട്ട് ഒന്നിക്കണം എന്ന ഒരു പ്രചോദനം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം സമൂഹത്തിലും ഉണ്ടാവണം, വ്യക്തി ജീവിതത്തിലും ഉണ്ടാവണം. അപ്പം മാത്രമേ സംഘടന എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രസക്തി വരും. അപ്പൊ അവിടെ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കാതിരുന്നത്. ചട്ടമ്പി സ്വാമികൾക്ക് ഏതാണ്ട് മലയാറ്റൂര് 90 ഏക്കർ ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അവിടെ സ്വാമികൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിൻകാലത്ത് സ്വാമിയുടെ ജീവിതം തന്നെ ഉത്തരം നൽകുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും, സംഭാഷണങ്ങളിലും അദ്ദേഹത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ അതിനകത്ത് ഉത്തരവുണ്ട്. അതിന് സ്വത്വബോധത്തിന് വിഘടനം അല്ലെങ്കിൽ സ്വത്വബോധം കൂടി നിൽക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് ഏത് സംഘടനയ്ക്കും. അതൊന്നും സമുദായ സംഘടനയ്ക്ക് മാത്രമല്ല, ഏത് പാർട്ടി സംഘടനയ്ക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒറ്റയാന്മാരെ എല്ലാം കൂടെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അതെപ്പോ അങ്ങനെ ഒറ്റയാന്മാര് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല, ആശ്രയിച്ചേ പറ്റൂ എന്നുള്ള ഒരു സാമൂഹിക സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ രീതി സംഘടനയുടെ വിജയം പ്രസക്തമായി മാറും. അല്ലെങ്കിൽ സംഘടനയുണ്ട് എന്ന് കരുതി ഒരു സംഘടന ഉണ്ടാക്കാം. ഇപ്പം കേരളത്തിൽ നമുക്കറിയാം, ഇപ്പൊ 100 വർഷത്തിന്റെ കഴിഞ്ഞുള്ള എത്ര സംഘടന നിൽക്കുന്നുണ്ട്. 100 വർഷം പഴക്കമുള്ള സംഘടന എടുത്ത് പരിശോധിച്ചു. ഏതാണ്ട് 100 ആയിരക്കണക്കിന് സംഘടനകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പ്രസക്തമായിട്ട് നിൽക്കുന്ന സംഘടനകൾക്ക് സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കൃത്യമായ സ്ഥാപന സ്വഭാവവും അവരുടെ സമ്പത്തും ഉള്ളതുകൊണ്ടാണ് ആ സംഘടന അതിൻ്റെതായ രീതിയിൽ നിലനിന്ന് പോകുന്നത് ഒരു തരത്തിൽ. പിന്നെ ശക്തരായിട്ടുള്ള ആളുകൾ 1-2 പേരുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും. അപ്പൊ നമുക്കറിയാം എല്ലാം ഒരു ആദർശത്തിന്റെ പരിവേഷത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള നാരായണ ഗുരുദേവന്റെ പിൻകാലത്തെ അനുഭവങ്ങൾ നമുക്കറിയാം. ഞാനിത് ബോധപൂർവ്വം ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരു സംഘടനയെ അദ്ദേഹം ഒരു കാലഘട്ടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വരുന്നു, ഞാനൊരു സംഘടനയിലും അംഗമല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അതെന്തിനു പോകണം എന്നായിരിക്കണം ചട്ടമ്പി സ്വാമികൾ ആലോചിച്ചത്. ശരി സർ, താങ്ക് യു സർ. ഓക്കെ, സന്തോഷം. നമസ്കാരം സുരേഷ് സർ. നമസ്തേ. ശോഭൻ ടീച്ചറിന്റെ ആദ്യത്തെ ക്ലാസ്സിലെ നമുക്ക് ഉണ്ടായ ഒരു സംശയമാണ് ഇപ്പോഴും നമ്മൾ ഈ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ ക്ലാസ്സിൽ അന്ന് സാറ് അതിനൊരു മറുപടി എന്നോണം, അതുപോലെ വെച്ചാൽ പിന്നെ നായന്മാരെ ഇങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ ചട്ടമ്പി സ്വാമികൾ താല്പര്യമില്ലെന്ന് പറഞ്ഞെന്നും, തന്നെയല്ല നായന്മാരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർക്ക് വേറെ പലതും നേടാൻ, ഇപ്പം എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന്റെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ടാണല്ലോ പ്രയത്നിക്കാറ്. എന്ന നിലയ്ക്ക് അങ്ങനെ ആകാം എന്നൊരു അഭിപ്രായം സാർ അന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നായന്മാരോ അല്ലെ ആരെങ്കിലും ഏറ്റെടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നഷ്ടങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. കാരണം അന്നേ പുസ്തകങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത്രയായിട്ട് ഈ 100 വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും ഏകദേശം ഏതാണ്ടൊക്കെ കണ്ടുപിടിച്ച് വന്നു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുക.
ഈ പറഞ്ഞതുപോലാണ് ഗുരുദേവനും അങ്ങനെ വലിയ ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിലും അത് ചെയ്തത് വലിയ ഉപകാരമായില്ലേ? തീർച്ചയായിട്ടും ആയി. അദ്ദേഹത്തിന്റെ കൃതികൾ കിട്ടുക, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ? എത്രയെത്ര അതെ അതെ സ്ഥാപനങ്ങൾ, തീർച്ചയായിട്ടും. അവിടെ എത്രയെത്ര പേർക്ക് ജോലി, അതുമെല്ലാം നമ്മൾ ഈ പ്രസന്റ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണല്ലോ, എല്ലാം വരുമ്പോഴല്ലേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും അതും നല്ല ഒരു ഇതാണ്. പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഇനി ഇങ്ങനെ പലതരത്തിൽ ചർച്ച ചെയ്ത് പോകാനേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? എന്നാലും സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടു, എല്ലാ ക്ലാസ്സുകളും കേൾക്കുന്നുണ്ട്. വളരെ എന്താ പറയണ്ടേ, സുഖവും സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. ഇനിയും ഇത് തുടരട്ടെ, ഞങ്ങളെല്ലാവരും കേൾക്കാൻ കൂടെ ഉണ്ടാവും. സന്തോഷം സന്തോഷം. ഇനി ആരും സംസാരിക്കാനില്ല എന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷേ സന്തോഷം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി. കാലടി യൂണിവേഴ്സിറ്റി ഒരു പ്രോഡക്റ്റാണ് ഞാൻ. പന്മത്തിലാണ് പഠിച്ചത്. അത് ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അത് ഒരുപാട് സാധ്യതകൾ തുറന്നു തന്നു. കുറിച്ചും നാരായണ ഗുരുദേവനെ കുറിച്ചും ഒക്കെ അന്വേഷണത്തിന് ഉള്ള ഒരു അക്കാഡമിക്കായിട്ടും ആധ്യാത്മികവുമായിട്ട് ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ടാകുന്നത് ഇതിൽ നിന്നൊക്കെയാണ്. തീർച്ചയായിട്ടും നിഷാദ് സാറ് ഇത് വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്തു. സാറിനെ എനിക്ക് വ്യക്തിഗതമായിട്ട് നല്ല പരിചയമുണ്ട്. ഇപ്പം അദ്ദേഹത്തെ ഏറെക്കാലമായി കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചട്ടമ്പി സ്വാമിയുടെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ അടിസ്ഥാനമാക്കി ഉള്ള പ്രഭാഷണ പരമ്പരയിൽ ചെറിയ രീതിയിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്നത് മഹാഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ദിവസം വ്യക്തിപരമായിട്ട് വലിയ 2 സന്തോഷങ്ങളുടെ ദിവസമാണ്. ഒന്നിപ്പോ നമ്മൾ ക്യാമ്പസിൽ നടന്ന ഒരു എൻഡോമെന്റ് പ്രോഗ്രാമില് ഏറെക്കാലമായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച, ഒരു 2-2.5 പതിറ്റാണ്ട് മുൻപ് കണ്ട് പിന്നെ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന മധുസൂദൻ സാറിനെ കണ്ടു, അടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ സന്തോഷം സുരേഷ് സാറിനെ കണ്ടു എന്നുള്ളതാണ്. പന്മനയിൽ പോകുന്നതിന് ശേഷം പലപ്പോഴും ഇങ്ങനെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും പല വേദികളിലും സുരേഷ് മാഷെ കുറിച്ചുള്ള സംസാരങ്ങൾ കേൾക്കലുണ്ട്. സാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പ്രശംസിച്ച് പറയുന്നത് കേൾക്കലുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ മനസ്സിലൊരു വലിയ സന്തോഷം ഉണ്ടാവാറുണ്ട്. പക്ഷെ പിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, കാണുക എന്നൊക്കെ ഉള്ളത്, ഓൺലൈനിലാണെങ്കിലും കാണുക എന്നുള്ളത്, ഈ 2 കാര്യങ്ങളും വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഇന്നപ്പോ. അപ്പോ ഈ സെഷന് വേണ്ടി സാറ് വന്നതിലും ഒത്തിരി, ഞാൻ വെറുതെ ഔപചാരികതയ്ക്ക് വേണ്ടി പറയല്ല, ഒരു പഠിതാക്കൾക്ക് ഒത്തിരി ദിശാസൂചകങ്ങളായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത സുരേഷ് മാഷിന് ഈ ചട്ടമ്പി സ്വാമികൾ സെന്ററിന്റെ പേരിലും ഈ പരമ്പരയുടെ ശ്രോതാക്കളുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ സന്തോഷം ഈ 5 ദിവസത്തെ പരമ്പരയിലും നമ്മോടൊത്ത് പങ്കെടുത്ത എല്ലാവർക്കും, ഇന്ന് സ്വാഗതം പറഞ്ഞ സൗമിത്തൊക്കെ ഇതിന്റെ ഒരു സംഘാടകനാണ്. ഇതിന്റെ സംഘാടകൻ എന്ന് മാത്രമല്ല, ക്യാമ്പസിലെ ഒരു മികച്ച സംഘാടകൻ കൂടിയാണ് സൗമിത്ത്. അപ്പൊ അതെ, സാറിന്റെ ശിഷ്യനാണല്ലോ. അതെ അതെ, സൗമിത്തിന്റെ വളർച്ചയൊക്കെ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. സൗമിത്ത് പക്ഷെ ഭയങ്കര റിസർവ്ഡാണ്. റിസർവ്ഡാണ് ഞാൻ. നമ്മളിങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരണം. അതെ അതെ. അപ്പോൾ എല്ലാവർക്കും, ഈ പരമ്പരയുടെ ഭാഗമായ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, ഈ പരമ്പരയെ വിജയിപ്പിക്കാൻ കൂടെ നിന്നതിന് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഇനി ഒരവസരത്തിൽ എല്ലാവരും ഒരുമിച്ച് കാണണമെന്ന് അഭ്യർത്ഥിക്കും. ശരി, സന്തോഷം. വളരെ സന്തോഷം മാഷേ. ഞങ്ങള് ഒരു പറ്റം ആൾക്കാര് ഞങ്ങൾ കേൾക്കാനായിട്ട് പുറത്തുണ്ട് എന്നുള്ള ഒരു ഉറച്ച മനോഭാവത്തിൽ തന്നെ സാർ ഈ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോവുക. വലിയ സന്തോഷം. ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതില് ഒരു ഗവേഷക സമൂഹത്തിന് സാർ ഒരു വലിയ മാതൃകയാണ്. അത് സാറിന്റെ പ്രവർത്തനങ്ങൾ തുടരുക.
ഞങ്ങളൊരു സന്തോഷം. സാറ് പറഞ്ഞ പോലെ അല്പബുദ്ധികളായിട്ടുള്ള കുറച്ച് പേര് ഞങ്ങള് സാറിന്റെ പുറകെ തന്നെ ഉണ്ട് കേൾക്കാൻ. തീർച്ചയായിട്ടും ഇതിന് ബുദ്ധിയല്ല, അത് ബുദ്ധി നമ്മുടെ ഉണ്ട്, നമ്മൾ പ്രയോഗിക്കണമെന്നേ ഉള്ളൂ. അതോടൊപ്പം തീർച്ചയായിട്ടും സന്തോഷം. അതോടൊപ്പം നിഷാദ് സാറിനും മികച്ച വിഷയങ്ങൾ സ്വീകരിക്കുകയും അതിൽ ഏറ്റവും മികച്ച വാഗ്മികളെ തന്നെ അല്ലെങ്കിൽ പ്രഭാഷണത്തിനായിട്ട് സ്വീകരിക്കുക എന്നതിലൂടെ കേൾക്കാൻ കൊതിക്കുന്ന കുറെ പേരെ കേൾക്കാനുള്ള അവസരം ഉണ്ടായി. തീർച്ചയായിട്ടും അതിനും ചേർത്ത് നിഷാദ് സാറിന് ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സാർ. സുരേഷ് സാറേ, ഞാൻ ഇന്നത്തെ ടീച്ചർ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അറിയാം, നല്ല ഓർമ്മയുണ്ട്. ഞാൻ പകുതിയിലെ കയറിയത്, ഞാനൊരു പാലക്കാട് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ആദ്യത്തെ ഭാഗം കേൾക്കാൻ പറ്റിയില്ല. അത് ശരി. സന്തോഷം. പിന്നെ ഉണ്ടല്ലോ. ശരി സാർ. ആയിക്കോട്ടെ, സന്തോഷം. ശരി. അപ്പൊ ഓക്കെ മാഷേ. ഓക്കെ. ഇത്